ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി ലെവലിലുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, ഒരു പരീക്ഷ എഴുതി കിട്ടേണ്ട ജോലിക്ക് വേണ്ടിയിട്ട് സ്വപ്നം കാണുന്ന നോക്കിയിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ആണെങ്കിൽ നമ്മളോടൊപ്പം കൂടിയാൽ നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ കയ്യിലുണ്ട്. നമുക്ക് പഠിച്ച് ഒന്നിച്ച് ഡിസംബർ 31 മുമ്പ്, ഈ വർഷം ഡിസംബർ 31, ഈ വർഷം അവസാനിക്കുന്ന ദിവസത്തിന് മുൻപായിട്ട് ഡിഗ്രി പ്രിലിംസിൻ്റെ കംപ്ലീറ്റ് സിലബസ് പഠിച്ച് റിവിഷൻ നടത്തി പരീക്ഷ എഴുതി ഡിസ്കഷൻ ക്ലാസ് കേട്ട് അവസാനിപ്പിക്കാം എന്ന് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ 75 ദിവസം നീണ്ടു നിൽക്കുന്ന പ്ലാനിൻ്റെ 40 ദിവസങ്ങൾ ഓൾറെഡി അവസാനിച്ചു കഴിഞ്ഞു. 40ാമത്തെ ദിവസം, എല്ലാ 10 ദിവസവും കഴിയുമ്പോൾ നമ്മൾ ഓരോ പരീക്ഷ തരാറുണ്ട്. നിങ്ങളെ കൊണ്ടത് പരീക്ഷയായി തന്നെ എഴുതിപ്പിക്കാറുണ്ട്. ശേഷം അതിൻ്റെ ഡിസ്കഷൻ വീഡിയോ ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുമുണ്ട്. 40ാം ദിവസം 4ാമത്തെ ടെസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഉൾപ്പെടുന്ന PDF നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ഇതാ ഡിസ്കഷനുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ പോകുന്നത് എന്ന് പറയുന്നത് കഴിഞ്ഞ പരീക്ഷയുടെ 4ാമത്തെ ടെസ്റ്റിൻ്റെ ഡിസ്കഷനാണ്. സാധാരണ രീതിയിൽ വെറുതെ പറഞ്ഞു പോകുന്ന ഡിസ്കഷനല്ല. എക്സ്ട്രാ പോയിന്റുകൾ പ്രത്യേകം പറഞ്ഞ് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ പെറുക്കിയെടുത്ത് നിങ്ങൾക്ക് തരുന്ന ഒരു ഡിസ്കഷനാണ് നമ്മൾ എല്ലാ തവണയും ചെയ്യാറുള്ളത്. ഇത്തവണയും അത് തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ ഇനി വരാൻ പോകുന്ന ഡിഗ്രി തലത്തിലുള്ള പരീക്ഷയ്ക്ക് നമുക്ക് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാം. വളരെ കൃത്യമായി ക്രൊണോളജിക്കലായി ഓരോരോ ഭാഗങ്ങളായി കണ്ട് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അധികം വൈകിപ്പിക്കുന്നില്ല. നമ്മളുടെ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ, കമൻറ്റിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവയെല്ലാം അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഡിസ്കഷൻ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൃത്യമായി തുടർച്ചയായി ചോദ്യം വരുന്ന ഭാഗങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു എവരിവൺ. വെൽക്കം ടു ദ 4th ഡിസ്കഷൻ ഓഫ് അവർ 75-day സ്റ്റഡി പ്ലാൻ. ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4ാമത് ടെസ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ 4ാമത് ടെസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കി. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കി. ഇനി ആ ഒരു ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനാണ് നമ്മളിവിടെ നടത്താനായിട്ട് പോകുന്നത്. നോക്കൂ, കമ്പനി ബോർഡ് എക്സാം, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം തുടങ്ങിയിട്ടുള്ള ഡിഗ്രി തലത്തിലുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞിരുന്നു സ്റ്റഡി പ്ലാൻ നടത്തുന്നത്. അപ്പോൾ നമുക്ക് 4ാമത് ടെസ്റ്റിൻ്റെ ഡിസ്കഷനിലേക്ക് കടക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം? നോക്കൂ, താഴെ പറയുന്നവയിൽ ഏത് യുദ്ധത്തിലാണ് ഡച്ച് സൈന്യത്തിൻ്റെ അഡ്മിറൽ യൂസ്റ്റാച്ചിയസ് ഡിലനോയ് ആയിരുന്നത്? അപ്പോൾ നമുക്ക് ഈ യൂസ്റ്റാച്ചിയസ് എന്നുള്ള ഒരു വാക്ക് പുതിയതായിരിക്കാൻ സാധ്യതയുണ്ട് പലർക്കും, അല്ലെ? നമ്മൾ എന്ത് പേരിലാണ് എപ്പോഴും പറയാറുള്ളത്? ഡിലനോയ്, അല്ലെ? ഡിലനോയ് എന്ന പേരിൽ, അല്ലെ? അപ്പൊ ഡിലനോയ് എന്ന പേരിൽ ഉണ്ടായിരുന്ന ഒരു ആളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് PSCയിൽ, അല്ലെ? അപ്പൊ ഏത് യുദ്ധത്തിലാണ് ഡച്ച് സൈന്യത്തിന്റെ അഡ്മിറൽ ഇദ്ദേഹമായത്? ഡച്ച് ആർമിയുടെ അഡ്മിറൽ ആയിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഏത് യുദ്ധത്തിലായിരുന്നു എന്നതാണ് ചോദിക്കുന്നത്. ബാറ്റിൽ ഓഫ് വെട്ടം, ബാറ്റിൽ ഓഫ് കൊളച്ചൽ, ചേറ്റുവ ഫോർട്ടിന്റെ ക്യാപ്ചർ, ഈ 3 കാര്യങ്ങൾ തന്നു. നമുക്ക് വളരെ കൃത്യമായിട്ടല്ല, ഡച്ച് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കണം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡച്ചുകാരുമായി നടന്നിട്ടുള്ള യുദ്ധം, അല്ലെ? ഡിലനോയ് ഏതായിരുന്നു? ട്രാവൻകൂർ, തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമായിരുന്നു, അല്ലെ? ഹി വാസ് ദ അഡ്മിറൽ ഓഫ് ഡച്ച് ഫോഴ്സസ് during the Travancore Dutch War, which was fought in 1741 and culminated in the Battle of കൊളച്ചൽ. കൊളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു, അല്ലേ? അപ്പോൾ കൊളച്ചൽ യുദ്ധത്തിൽ ഡച്ച് ഫോഴ്സും അതുപോലെ തന്നെ കിങ്ഡം ഓഫ് ട്രാവൻകൂറിന്റെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ നയിക്കുന്ന സൈന്യവുമായിരുന്നു പോരാടിയത്. ഈ 1741 ഈ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്, ബാറ്റിൽ ഓഫ് കൊളച്ചൽ, ദാറ്റ് ഹാപ്പൻഡ് ഇൻ 1741 വാസ് ദ കീ എൻഗേജ്മെന്റ് ഓഫ് ദ ട്രാവൻകൂർ ഡച്ച് വാർ. തിരുവിതാംകൂറും ഡച്ചുകാർ, നമുക്കറിയാം പോർച്ചുഗീസുകാർ ആദ്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെ? പിന്നീട് പോർച്ചുഗീസുകാരെ താഴെ ഇങ്ങ് ശ്രീലങ്ക മുതലുള്ള സ്ഥലത്ത് നിന്ന് അവരുടെ ഓരോരോ ഇടങ്ങളായിട്ട് പിടിച്ച് ആര് വരികയായിരുന്നു? ഡച്ചുകാർ വരികയായിരുന്നു, അല്ലെ? ഈ സമയത്ത് പക്ഷേ ഇങ്ങ് തിരുവിതാംകൂറിൽ എന്ത് ചെയ്യുകയാണ്? ഇംഗ്ലീഷ് സൈന്യത്തിന്റെ, ഇംഗ്ലീഷുകാരുടെ സഹായം തേടിക്കൊണ്ട് മാർത്താണ്ഡവർമ്മ വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു യുദ്ധം നടക്കുകയാണ്. ഇനി നമ്മൾ ചരിത്രം നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്യൻ പവറിനെ മിലിറ്ററി തലത്തിൽ, സൈനികമായിട്ട് ആദ്യമായിട്ടൊരു ഇന്ത്യൻ നാട്ടുരാജ്യം
ഡിസൈസീവായിട്ട് തോൽപ്പിക്കുന്ന ആദ്യത്തെ സംഭവമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിലുള്ള ഈ ബാറ്റിൽ ഓഫ് കുളച്ചൽ യുദ്ധത്തിലുള്ള ഈ ഒരു വിജയം എന്ന് പറയുന്നത്. വർഷം പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഒരു യൂറോപ്യൻ ശക്തിയെ ആദ്യമായി ഒരു ഇന്ത്യൻ നാട്ടുരാജാവ് സൈനികപരമായി തോൽപ്പിക്കുന്ന ആദ്യ സംഭവമായിരുന്നു കുളച്ചൽ യുദ്ധം എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു സമയത്ത് ഡച്ചുകാരുടെ സൈന്യത്തിലെ അഡ്മിറൽ ആയിരുന്നു ആര്? യുസ്റ്റേഷ്യസ് ഡെലനോയ്, അഥവാ പിന്നീട് നമ്മൾ ചുരുക്കപ്പേരിൽ ഡിലനോയ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു? പിടിക്കപ്പെട്ടു. ഹി വാസ് ക്യാപ്ചേർഡ്. മനസ്സിലാവുണ്ടോ? ആഫ്റ്റർ ബീയിങ് ക്യാപ്ചേർഡ്, ഡിലനോയെ എന്ത് ചെയ്യുകയാണ്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഒരു ഒരു ക്രാഫ്റ്റ് മാൻ എന്നൊക്കെ നമ്മൾ പറയില്ല, അദ്ദേഹം ഒരു രാജ്യത്തിനെ ഭരിച്ചിരുന്ന ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കാനുള്ള വലിയൊരു ഉദാഹരണമാണത്. ഡിലനോയെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം പിന്നീട് യൂറോപ്യൻ തലത്തിലുള്ള യുദ്ധമുറകളും മറ്റും നമ്മുടെ സൈന്യത്തിനും മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹി വാസ് ലേറ്റർ അപ്പോയിന്റഡ് ആസ് എ ഹൈ റാങ്കിങ് ഓഫീസർ ഇൻ ദ ട്രാവൻകൂർ മിലിറ്ററിയിലെ അദ്ദേഹം ഒരു വലിയ ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം നിയമിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഈ സൈന്യത്തിനെ മോഡേണൈസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഇദ്ദേഹം പിന്നീട് ഏത് പേരിൽ അറിയപ്പെട്ടു? പിന്നീട് നമുക്കറിയാം, പിന്നീട് നടന്ന പല യുദ്ധങ്ങൾ, ടിപ്പു സുൽത്താൻ ഇങ്ങോട്ടുള്ള ആക്രമണം നടത്തിയ സമയത്തും മറ്റുമൊക്കെ ഡിലനോയുടെ ഈ മോഡേണൈസേഷനും മറ്റും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ ജനങ്ങൾ ഇദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി വിളിച്ചു. അപ്പോൾ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ആര് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഡിലനോയാണ്. ഡിലനോയ് മെമ്മോറിയൽ, അദ്ദേഹത്തിന്റെ ഓർമ്മ സൂക്ഷിക്കുന്ന ഒരു കോട്ടയുണ്ട്. അതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. ഈ കോട്ട അറിയപ്പെടുന്നത് ഉദയഗിരി ഫോർട്ട് എന്നാണ്. ഇദ്ദേഹത്തിന്റെ ശവകുടീരം എന്ന തലത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഉദയഗിരി ഫോർട്ടിനെ വിളിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഡിലനോയ് അഥവാ യുസ്റ്റേഷ്യസ് ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മളുടെ ബാറ്റിൽ ഓഫ് കുളച്ചലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. PSCയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ചോദ്യങ്ങളിൽ കടന്നു വരാറുള്ള ഒരു പേരാണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നമുക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നോക്കൂ, ദ ഫസ്റ്റ് ഫ്രഞ്ച് ഫാക്ടറി. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ ബാറ്റിൽ ഓഫ് കുളച്ചലിലെ പരാജയം എന്ന് പറയുന്നത് ഡച്ചുകാരുടെ ഇന്ത്യയിലുള്ള ഭാവിയെ കൂടി ബാധിച്ചൊരു യുദ്ധമായിരുന്നു ഇത്. മനസ്സിലാവുന്നുണ്ടോ? 741 ഇവിടെ പരാജയപ്പെട്ട ഡച്ചുകാർക്ക് പിന്നീട് ഇവിടെ കൃത്യമായിട്ടൊരു സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുന്നേ ഇല്ലെന്ന് മാത്രമല്ല, 1753 മാർത്താണ്ഡവർമ്മയുമായിട്ട് അവർ ഏത് ഉടമ്പടി ഒപ്പിടുകയാണ്? മാവേലിക്കര സന്ധി ഇവർ ഒപ്പിടുകയാണ്. ഈ മാവേലിക്കര സന്ധി, ഒരു രാജാവുമായിട്ട് സന്ധി ചേരുക എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈക്വൽ ആണെന്ന് സമ്മതിക്കില്ല. അതോടുകൂടിയിട്ട് ഡച്ചുകാരുടെ ഇവിടത്തെ പ്രൊമിനൻസ് അവസാനിക്കുകയും കൂടി ചെയ്യുകയാണ്. അപ്പൊ 1753 മാവേലിക്കര സന്ധി മാർത്താണ്ഡവർമ്മയുമായിട്ട് ഒപ്പിടുന്നത്. ബാറ്റിൽ ഓഫ് കുളച്ചൽ 741. ഈ 2 വർഷവും മാറിപ്പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലാവുന്നുണ്ടോ? പ്രത്യേകം എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വീണ്ടും, ദ ഫസ്റ്റ് ഫ്രഞ്ച് ഫാക്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മസൂലി പട്ടണം എന്ന് പറയുന്നു. ആദ്യത്തെ ഫ്രഞ്ച് ഫാക്ടറി മസൂലി പട്ടണത്തിലാണ് വന്നതെന്ന് പറയുന്നു. ദ സീജ് ഓഫ് ആർക്കോട്ട് വാസ് എ ഫേമസ് ഇവന്റ് അസോസിയേറ്റഡ് വിത്ത് ദ തേർഡ് കർണാട്ടിക് വാർ എന്നും പറയുന്നു. മൂന്നാമത്തെ കർണാട്ടിക് വാറുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഇവന്റാണ് ആർക്കോട്ടിലേക്ക് നടന്നിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നു. ഇതിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ശരിയാണോ തെറ്റാണോ എങ്ങനെയാണ്? നോക്കൂ, സൗത്തിലെ മസൂലി പട്ടണത്തിൽ ആദ്യമായിട്ട് ഒരു ഫാക്ടറിയും മറ്റും തുടങ്ങാനായിട്ട് നമ്മൾ പഠിക്കുന്നത് ബ്രിട്ടീഷുകാർ വന്നിട്ട് സൗത്തിൽ ആദ്യമായിട്ട് മസൂലി പട്ടണത്തിൽ പോകുന്നുണ്ട്. പക്ഷെ ഫ്രഞ്ചുകാരാണെങ്കിലും ബ്രിട്ടീഷുകാരാണെങ്കിലും അവരുടെയൊക്കെ ആരംഭം എപ്പോഴും എവിടെയാണ്? അവർ ആദ്യം വന്ന് ചേരുന്ന ഗുജറാത്ത് തീരത്തും മറ്റുമുള്ള സൂറത്തിലും മറ്റുമായിട്ടാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ആ രീതിയിൽ തെറ്റാണ്. ഫസ്റ്റ് ഫാക്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സൂറത്ത് അണ്ടർ ഫ്രാൻസിസ് കരോൺ ഇൻ 1668. 1668 ആദ്യത്തെ ഫാക്ടറി ഇവര് പണിയുന്നത് എവിടെയാണ്? ഫ്രഞ്ചുകാർ പണിയുന്നത് എവിടെയാണ്? സൂറത്തിലാണ്. പ്രത്യേകം ആലോചിക്കുക, ഫസ്റ്റ് ഫ്രഞ്ച് ഫാക്ടറിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് പ്രത്യേകം എന്ത് ചെയ്യുക? ആദ്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇങ്ങനെ നോക്കി പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഫാക്ടറി ഏതാണ്? ഫസ്റ്റ് ഫാക്ടറി ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും എവിടെയാണ്? ആദ്യത്തെ ഒരു പെർമനന്റ് ഫാക്ടറി
ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ തുടങ്ങുന്നത് 1613 എവിടെ തന്നെയാണ്? ഇതേ സൂറത്തിൽ തന്നെയാണ്. മനസ്സിലാവും നിങ്ങൾക്ക്? പക്ഷെ അതിനു മുമ്പ് അവരുടെ ആദ്യത്തെ ടെമ്പററി ഫാക്ടറി ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? അവരുടെ ആദ്യത്തെ ടെമ്പററി ഫാക്ടറി, ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഒരു ടെമ്പററി ഫാക്ടറി അവർ തുടങ്ങുന്നുണ്ട്, താൽക്കാലികം. അത് മസൂലി പട്ടണത്തിലാണ്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ കൃത്യമായിട്ട്? അവരുടെ ഫസ്റ്റ് ടെമ്പററി ഫാക്ടറി നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മസൂലി പട്ടണത്തിൽ 1605. ഇത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ബ്രിട്ടീഷുകാരെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ബ്രിട്ടീഷുകാരെ കുറിച്ചാണ്. ബ്രിട്ടീഷുകാർ അവരുടെ ടെമ്പററി ഫാക്ടറി 1600 എപ്പോഴാണ്? 1605 ഒരു ടെമ്പററി ഫാക്ടറി മസൂലി പട്ടണത്തിൽ എന്ത് ചെയ്യുന്നു? തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെർമനന്റ് ആയിട്ടുള്ള ഫാക്ടറി 1613 എവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു? സൂറത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ട്? ഈ സമയത്ത് ആരുടെ അടുത്ത് പെർമിഷൻ വാങ്ങിയിട്ട് അവർ ചെയ്യുന്നത്? ജഹാംഗീർ. ആരുടെയാണ്? ജഹാംഗീറിന്റെ അടുത്ത് നിന്ന് എന്ത് വാങ്ങുകയാണ്? പെർമിഷൻ വാങ്ങിയിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഈ രീതിയിൽ പോയി നോക്കുകയാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഫാക്ടറി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫ്രഞ്ച് എന്ന് പറയുന്നത് സൂറത്തിലായിരുന്നു. 1668 1669 സെക്കൻഡ് ഫ്രഞ്ച് ഫാക്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മസൂലി പട്ടണം. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് ഫ്രഞ്ച് ഫാക്ടറി മസൂലി പട്ടണത്തിൽ തുടങ്ങി. 1674 ഫ്രാങ്കോയിസ് മാർട്ടിൻ എസ്റ്റാബ്ലിഷ്ഡ് എ ട്രേഡിംഗ് സെന്റർ ഇൻ പോണ്ടിച്ചേരി which later became the chief French settlement in India. അല്ലെ? പുതുച്ചേരി പിന്നീട് എന്തായി മാറുന്നുണ്ട്? ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറുന്നുണ്ട്. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഫ്രഞ്ചുകാരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിച്ചിരുന്നു. ഓർക്കാൻ ശ്രദ്ധിക്കുക. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് അതും തെറ്റാണ്. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സീജ് ഓഫ് ആർക്കോട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള കർണാട്ടിക് വാറുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് സെക്കൻഡ് കർണാട്ടിക് വാറുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്, തേർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് കർണാട്ടിക് വാറിലാണ് ആർക്കോട്ടിലേക്കുള്ള ആക്രമണം വളരെ വഴിത്തിരിവായിട്ടുള്ള ആക്രമണമായിട്ട് മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദ സക്സസ്ഫുൾ ഡിഫൻസ് ബൈ ദ ബ്രിട്ടീഷ് അണ്ടർ റോബർട്ട് ക്ലൈവ് ഇൻ 1751. സെക്കൻഡ് കർണാട്ടിക് വാർ നടക്കുന്നത് 49 മുതൽ 754 751 ഈ സീജ് ഓഫ് ആർക്കോട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം നടക്കുന്നത്. ഇത് ഈ കോൺഫ്ലിക്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് ആയിരുന്നു. ഞാനതിന്റെ മൊത്തം കർണാട്ടിക് വാർ ഇപ്പൊ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഫസ്റ്റ് കർണാട്ടിക് വാർ നടക്കുന്ന വർഷങ്ങൾ ഏതൊക്കെയാണ്? 1740 മുതൽ 48 വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് കർണാട്ടിക് വാർ നടക്കുന്ന കാലഘട്ടം ഏതാണ്? 1749 മുതൽ 54 വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ്. തേർഡ് കർണാട്ടിക് വാർ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? 1758 മുതൽ 63 വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ്. മനസ്സിലാവുന്നുണ്ട്? ഇതാണ് വർഷങ്ങൾ. അറിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? നോട്ട് ഡൗൺ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആദ്യത്തെ എന്താ പറയുക, ഈ യുദ്ധം ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ, ഓസ്ട്രിയൻ അതായത് ഇതൊക്കെ യൂറോപ്പിൽ നടക്കുന്ന ഫ്രാൻസ് വേഴ്സസ് ബ്രിട്ടീഷ് പോരാട്ടങ്ങൾ അവരവരുടേതായ കോളനികളിലേക്കും കൂടി വ്യാപിക്കുന്നതാണ് ബേസിക്കലി ഇതൊക്കെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ അവിടെ നടക്കുകയാണ്. ഈ ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ നടക്കുന്നു. അതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു? പോരാട്ടങ്ങൾ നടക്കുന്നു. പിന്നീട് ഇത് ട്രീറ്റി ഓഫ് ആക്സ്ല ചാപ്പലെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരിക്കലും PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്ല ചാപ്പലെ എന്ന് പറയും. എക്സ്ല ചാപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ട്രീറ്റി അനുസരിച്ചാണ് ഈ ഓസ്ട്രിയയിലെ വാർ ഓഫ് സക്സഷൻ, ആരാണ് സക്സസർ ആവേണ്ടത്, അടുത്ത ഭരണാധികാരി ആര് എന്നുള്ള ഓസ്ട്രിയയിലെ യുദ്ധം, അതിന്റെ പേരിലുള്ള ഓസ്ട്രിയയിൽ നടന്ന യുദ്ധമാണ് ഓസ്ട്രിയൻ വാർ ഓഫ് സക്സഷൻ. ഇതിനെ തുടർന്ന് തുടങ്ങിയിട്ടുള്ള ഫ്രാൻസും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നുള്ള പോരാട്ടങ്ങൾ ഇവിടെയും എന്ത് ചെയ്തു? ഇതിന്റെ പ്രതിഫലം ഇന്ത്യയിലും കാണുകയാണ്. ഇത് പിന്നീട് ട്രീറ്റി ഓഫ് എക്സ്ല ചാപ്പയിലൂടെ എന്ത് ചെയ്യുകയാണ്? ഇത് അവസാനിക്കുകയാണ്. പിന്നീട് സെക്കൻഡ് കർണാട്ടിക് വാർ ഇന്ത്യയിലുള്ള രണ്ട് പ്രധാന, അതായത് നിങ്ങൾക്ക് നിസാം ഉൽ മുൽക്കിനെ അറിയില്ലേ? നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നിസാം ഉൽ മുൽക്ക് എന്തായിരുന്നു? നിസാം ഉൽ മുൽക്ക് നമ്മളുടെ 1707 എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ ഔറംഗസേബ് മരണപ്പെടുന്നു. അതിനുശേഷം മുഗൾ സാമ്രാജ്യത്തിൽ ഓരോരുത്തരായിട്ട് എന്താണ്, ശക്തിയില്ലാത്ത ആളുകൾ പല ആളുകളായിട്ട് വന്നിട്ട് ഇവരിങ്ങനെ മുഗൾ സാമ്രാജ്യം പതുക്കെ തകർന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സമയത്ത് 1724 നല്ലൊരു മൊമെന്റ് കാണുമ്പോൾ നിസാം ഉൽ മുൽക്ക് ഡൽഹിയിൽ നിന്ന് എന്ത് ചെയ്യും? സ്വതന്ത്രനായിട്ട് 24 തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, ഒന്ന് ഉറപ്പിക്കുക. ഈ വർഷം എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നിസാം ഉൽ മുൽക്ക് എന്ത് ചെയ്യുകയാണ്? നേരെ ഡൽഹിയിൽ നിന്ന് താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഡെക്കാണില് സ്വന്തമായിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കിയെടുക്കുകയാണ്. കാർവോൾ. അദ്ദേഹം അപ്പോഴും മുഗൾ സാമ്രാജ്യത്തിന്റെ
അധീശത്വമൊക്കെ അംഗീകരിച്ചു. പക്ഷെ എന്താണ്, അവിടെ ഒരു സ്വന്തം രാജാവായിട്ട് സ്വന്തം രാജ്യം പോലെ എന്ത് ചെയ്തു, നിസാമുൽ മുൽക്ക് ഈ സ്ഥലം ഡെക്കാൻ ഹൈദരാബാദ് ഭാഗം കൊണ്ടു നടക്കുകയാണ്. ഈ നിസാമുൽ മുൽക്കിന്റെ മരണത്തോടു കൂടിയിട്ട് അവിടെ എന്ത് ചെയ്യുകയാണ്, ആര് ഭരിക്കും എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ തുടർന്നാണ് മുസാഫർ ജംഗ്, അതുപോലെ തന്നെ ചന്ദാ സാഹിബ്, ഇവരൊക്കെ ഒരു സ്ഥലത്ത്, മനസ്സിലാവുന്നുണ്ടോ, മുസാഫർ ജംഗ്, ചന്ദാ സാഹിബൊക്കെ ഒരു സ്ഥലത്ത് ഫ്രഞ്ചുകാർ അല്ലെങ്കിൽ ഫ്രാൻസ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പുറത്താരാണ്, നസീർ ജംഗ്, അതുപോലെ തന്നെ അൻവറുദ്ദീൻ. ഈ അൻവറുദ്ദീന്റെ പിന്നീട് ഇദ്ദേഹം മരണപ്പെട്ടിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുഹമ്മദ് അലി, ഇവരൊക്കെ ഇപ്പുറത്ത്. ഇവിടെ ആര് സപ്പോർട്ട് ചെയ്യുന്നു, ബ്രിട്ടീഷുകാർ സപ്പോർട്ട് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഇവരുടെ ഇടയിലുള്ള ഈ മൂപ്പളമ തർക്കം ഈ രണ്ടു കൂട്ടരും അപ്പുറം ഇപ്പുറം നിന്നിട്ട് തീർത്തു കൊടുക്കാൻ വേണ്ടി നോക്കുന്നതും, ഇതിനെ തുടർന്ന് എന്ത് ചെയ്യുകയാണ്, യുദ്ധം നീണ്ടുപോവുകയും പിന്നീട് ഈ സെക്കൻഡ് എന്താ പറയുക കർണാടിക് വാറിൽ ബ്രിട്ടീഷുകാർ ഏതാണ്ട് തോൽക്കും എന്നൊരവസ്ഥ വരുന്ന സമയത്താണ്, ആ സമയത്ത് റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് വലിയ ഇദ്ദേഹം എന്തായാലും വളരെ വലിയ ഒരാളായിട്ട് മാറുന്നത്, അല്ലെ, ക്ലൈവിന്റെ സ്വന്തം ഇന്ത്യ ആയിട്ട് മാറുന്നുണ്ട് പിന്നീട്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഏതാണ്ട് പ്രശ്നമാണ് നമ്മുടെ ശ്രീരംഗപട്ടണം ആ ഭാഗത്തൊക്കെ ഭയങ്കര പ്രഷറൊക്കെ ആയിട്ട് എന്ത് പോവും, ഇത് എങ്ങനെ മറികടക്കും എന്നുള്ള തലത്തിലേക്ക് വരുന്ന സമയത്ത് ക്ലൈവിന്റെ ഒരു ഐഡിയ വരികയാണ്, ആർക്കോട്ടിലേക്ക് കുറച്ച് പട്ടാളക്കാരെ അയക്കുക. എന്നിട്ട് ആർക്കോട്ട് ഈ ഡെക്കാന്റെ അല്ലെങ്കിൽ എന്താ പറയുക കർണാടിക്കിന്റെ തലസ്ഥാനമാണ്. ഈ കർണാടിക് റീജിയന്റെ തലസ്ഥാനമാണ് ആർക്കോട്ട്. ആർക്കോട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു സൈന്യത്തിനെ അയക്കുകയാണ്. അതോട് കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഈ മുഹമ്മദ് അലീനെ ചുറ്റി എന്താ പറയുക ട്രാപ്പ് ചെയ്ത് നിൽക്കുക. അത് മുഹമ്മദ് അലി ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടിരുന്നു. മുഹമ്മദ് അലീനെ ട്രാപ്പ് ചെയ്ത് ചുറ്റി നിന്നുണ്ടായിരുന്ന ആൾക്കാരെ പിന്നീട് ഇവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടി വരികയാണ്, നമ്മളുടെ ഈ ചന്ദാ സാഹിബിന്റെയും അതുപോലെ തന്നെ മുസാഫർ ജംഗിന്റെയും നേതൃത്വത്തിലുള്ള ആളുകൾക്ക് ഇവിടേക്ക് മാറേണ്ടി വരുന്നു. ഇതോടുകൂടിയിട്ട് ഇവിടുത്തെ സൈന്യത്തിൽ ഇത് മുഹമ്മദ് അലിനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തും. പിന്നീട് മുഹമ്മദ് അലി തിരിച്ചടിക്കും. ഈ എന്താ പറയുക മുസാഫർ ജംഗിനൊക്കെ എന്ത് ചെയ്യും, അവരെയൊക്കെ പിന്നീട് കൊല്ലുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടുത്തെ പ്രഷർ അയക്കാനും ഈ ഹോൾ യുദ്ധത്തിന്റെ തന്നെ ഒരു വേവിന്റെ ഡയറക്ഷൻ തന്നെ മാറ്റാനും സഹായിച്ചത് റോബർട്ട് ക്ലൈവിന്റെ ഈ ഇടപെടലും ഈ ആർക്കോട്ടിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണവും സീജ് ഓഫ് ആർക്കോട്ടും ആയിരുന്നു. അതുകൊണ്ടാണ് ഇത് വളരെ ഫേമസ് ആവുന്നത്, ചരിത്രപരമായിട്ട് ഇത്രയും ഫേമസ് ആവുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇത് നടന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള സെക്കൻഡ് കർണാടിക് വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു എന്നും ആലോചിക്കാം. തേർഡ് കർണാടിക് വാർ നമ്മുടെ 7 ഇയർ വാർ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? 7 ഇയർ വാർ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചും തമ്മിൽ നടന്ന 7 ഇയർ വാർ, ഈ വാറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു തേർഡ് കർണാടിക് വാർ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സെക്കൻഡ് കർണാടിക് വാറുമായി ബന്ധപ്പെട്ടിട്ട് ഡുപ്ലെക്സിയുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ തേർഡ് എന്താ പറയുക എയർകൂട്ടൊക്കെ ഉണ്ടല്ലോ, അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല പല പേരുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഹോൾ സ്റ്റോറി എന്താ പറയുക ക്ലാസ് എടുക്കാൻ ഇപ്പോൾ പറ്റില്ല, അതൊക്കെ എന്ത് ചെയ്യുക ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കാം. സോ 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, 2ന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും നമ്മളിപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലും നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലേ. The 300th anniversary of ആറ്റിങ്ങൽ റിവോൾട്ട് വാസ് സെലിബ്രേറ്റഡ് ഇൻ 2021 എന്ന് പറയുന്നു. 2021 ആറ്റിങ്ങൽ കലാപത്തിന്റെ 300ാം വാർഷികം ആഘോഷിച്ചു എന്ന് പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഇതാണ് ചോദിക്കുന്നത്. കാരണം 1721 നടന്നാലാണല്ലോ 2021 300ാം വാർഷികം ആഘോഷിക്കാൻ പറ്റുക. അപ്പൊ ഇതാണോ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്ന് നിങ്ങളോട് പറയാണ്ട് ചോദിക്കുകയാണ് അടിസ്ഥാനപരമായിട്ട്. ഇനി ദ ഡിവിഷൻ ഓഫ് മലബാറിന്റെ വിഭജനം into 2 administrative parts, 2 ഭരണപരമായിട്ടുള്ള ഇടങ്ങളായിട്ടുള്ള മലബാറിന്റെ വിഭജനം ഇറ്റ് occurred in 1793 by the British East India Company എന്ന് പറയുന്നു. 1793 മലബാറിനെ 2ആയിട്ട് വിഭജിച്ചത് എന്നും പറയുന്നു. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? നമുക്കറിയാം 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലെ. 300ാമത്തെ ആനിവേഴ്സറി എപ്പോഴാണ് നടക്കുന്നത്? 2021 അതിന് കാരണം 1721 ഇത് നടക്കുന്നത് എന്ന് എന്ത് ചെയ്യാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത് ഇന്ത്യയുടെ 75ാമത് സ്വതന്ത്ര വർഷം ആഘോഷിക്കുന്നതുമായി കൂടി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആറ്റിങ്ങൽ കലാപം അല്ലെ. ആറ്റിങ്ങൽ കലാപം എന്താ? നമുക്കറിയാം ആറ്റിങ്ങൽ റാണി വേണാട് രാജ്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു എന്താ പറയുന്നത് ഒരു അവിടെ ഈ ആറ്റിങ്ങൽ കുടുംബത്തിൽ നിന്നും ആറ്റിങ്ങൽ റാണി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അവിടുത്തെ രാജാവാകാൻ പോകുന്ന ആളുണ്ടല്ലോ രാജ്യത്ത്, ആളുടെ അമ്മയൊക്കെ ആയിട്ടാണ് ആറ്റിങ്ങൽ റാണി വരുന്നത്. ഞാൻ എൻ്റെ ഹോൾ സ്റ്റോറിയിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ആ രാഷ്ട്രത്തിന്റെ ഉള്ളിലെ മറ്റൊരു രാഷ്ട്രം പോലെ ആര് വർക്ക് ചെയ്തിരുന്നു? ആറ്റിങ്ങൽ റാണി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആറ്റിങ്ങലിലെ റാണി ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പല രീതിയിലുള്ള കച്ചവടത്തിന് അനുവാദം കൊടുത്തു. ബ്രിട്ടീഷുകാരാണെങ്കിൽ റാണിയെ നല്ലപോലെ എന്ത് ചെയ്യുമായിരുന്നു? സഹായിച്ച് ഉപഹാരങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു.
മാർത്താണ്ഡവർമ്മ എപ്പോഴാണോ അധികാരം ഏറ്റെടുത്തത് ഉടനെ മാർത്താണ്ഡവർമ്മ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താ? സ്വന്തം കുടുംബം തന്നെയാണ്, പക്ഷെ എന്ത് ചെയ്തു? ആദ്യം തന്നെ ആറ്റിങ്ങൽ അങ്ങോട്ട് പിടിച്ചെടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? ഒരു രാജ്യത്ത് രണ്ട് രീതിയിലുള്ള ഭരണത്തിന്റെ ആവശ്യമില്ല, രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ആറ്റിങ്ങലിലെ റാണി എന്നുള്ള സ്ഥാനം കൊടുത്ത് അവിടെ ഇരുത്തി ഭരണാധികാരി എന്നുള്ള തലത്തിൽ നിന്ന് മാറ്റുകയാണ് മാർത്താണ്ഡവർമ്മ ആദ്യം എന്ത് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് മറ്റൊരു കഥയാണ്. പക്ഷെ ഇതിനെല്ലാത്തിനും മുമ്പ് ഈ സമയത്ത് മാർത്താണ്ഡവർമ്മ എന്താണ്? മാർത്താണ്ഡവർമ്മ ഒരു പ്രിൻസ് മാത്രമാണ്, അല്ലെ? ഒരു പ്രിൻസ് മാത്രമാണ്, അദ്ദേഹം ഒരു രാജകുമാരൻ മാത്രമാണ് ഈ സമയത്ത്, രാജാവായിട്ടില്ല. അപ്പൊ എന്തൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും ആറ്റിങ്ങലിൽ റാണിയുടെ ഇഷ്ടത്തിന് ബ്രിട്ടീഷുകാർക്ക് കച്ചവടത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നാട്ടുകാർക്ക്, അവിടുത്തെ പിള്ളമാർക്ക്, കച്ചവടക്കാർക്ക് ഒന്നും ഇത് ഇഷ്ടമല്ല. കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ അവരുടെ രീതിയിൽ കുരുമുളക് എന്താണ് വാങ്ങുന്നു, അവരുടെ വിലയ്ക്ക് എടുക്കുന്നു, വിൽക്കുന്നു. അപ്പൊ ഇവരുടെ ലാഭം പോവുകയാണ്. ബ്രിട്ടീഷുകാർ ആണെങ്കിൽ റാണിയുടെ വളരെ പ്രിയപ്പെട്ടവരുമാണ്. ഇതിനെ തുടർന്ന് ഒരിക്കല് ആ വർഷത്തേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക ഉപഹാരങ്ങളൊക്കെ റാണിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടത്തെ വളരെ നാട്ടുകാർക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഗിഫോർഡ് എന്ന് പറയും. എന്താണ് ഗിഫോർഡ് എന്ന് പറയുന്ന ഒരാളായിരുന്നു അവിടുത്തെ ഓരോ ഇത് ജി ആണ്, എ അല്ല, എൻ്റെ കൈയക്ഷരത്തിന് മോശമാണ്. ഗിഫോർഡ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ സൈന്യത്തിനെ അവിടെ നയിച്ചിട്ടുണ്ടായിരുന്നത്, അവിടുത്തെ ആ ബാരക്കിലെ നേതാവ്. അപ്പൊ ഈ ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് ഒരു 150-150ഓളം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു? ഈ ഉപഹാരങ്ങൾ ആ വർഷത്തെ കൊടുക്കാനായിട്ട് ആറ്റിങ്ങലിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ നാട്ടുപ്രമാണിമാർ പറഞ്ഞിരുന്നു ഞങ്ങൾ വഴിക്കേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇദ്ദേഹം ഇത് സമ്മതിക്കുന്നില്ല. നാട്ടുകാരെല്ലാവരും ഈ പ്രമാണിമാരുടെ പേരിൽ അങ്ങോട്ട് ഇളകി വരികയാണ്. ഇദ്ദേഹത്തിന് ഉൾപ്പെടെ കംപ്ലീറ്റ് ബ്രിട്ടീഷുകാർ അന്ന് പോയിരുന്നവരെല്ലാവരും കൊല്ലപ്പെടുകയാണ്. മനസ്സിലാവുന്നു? എല്ലാവരും കൊല്ലപ്പെടുകയാണ്. ഇതാണ് ആറ്റിങ്ങൽ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാടിന്റെ, അന്ന് തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മ ഇതിനു ശേഷം എല്ലാം കൂടി പിടിച്ചെടുക്കുമ്പോഴാണ് തിരുവിതാംകൂർ. ഇപ്പോ കേരളത്തിന്റെ താഴെയുള്ള വേണാട് എന്ന് പറയുന്ന ഒരു രാജ്യമാണത്. അതിന്റെ ഒരു ഭാഗമാണ് ഏത്? ഈ പറയുന്ന നമ്മളുടെ ആറ്റിങ്ങൽ. അവിടെ വേണാട് ഈ സമയത്ത് ഭരിച്ചിരുന്ന രാജാവിന്റെ പേര് ആദിത്യവർമ്മ എന്നായിരുന്നു. ആരായിരുന്നു? ആദിത്യവർമ്മ എന്നായിരുന്നു. ഇതിനെ തുടർന്ന് എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷുകാരുമായിട്ട് ഇതൊരു വലിയ പ്രശ്നമായി മാറുന്നു. വേറൊരു ബ്രിട്ടീഷ് സൈന്യം അവിടേക്ക് എത്തുന്നു. അവസാനം എന്ത് ചെയ്യുകയാണ്? ഒരു ഉടമ്പടി ഒപ്പിടുകയാണ്. കാരണം ബ്രിട്ടീഷുകാർക്ക് ഇത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ. ഇതാണ് പിന്നീട് ഏത് ഉടമ്പടിയിലേക്ക് കാരണമാകുന്നത്? വേണാട് ട്രീറ്റി അഥവാ വേണാട് ഉടമ്പടിക്ക് കാരണമാകുന്നത്. ഏത് വർഷം? 1721 ഈ വലിയ സംഭവം നടന്നു. 2 വർഷത്തിനപ്പം 1723 ബ്രിട്ടീഷുകാർ വലിയ രീതിയിലുള്ള എന്താ പറയുക നേട്ടങ്ങൾ നേടുന്നൊരു സന്ധി ഉണ്ടാവുകയാണ്. അതായത് അവിടുത്തെ കച്ചവടമാണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബ്രിട്ടീഷുകാർക്ക് എന്താ പറയുക ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഒരു ട്രീറ്റിയായി മാറുന്നുണ്ട്. ഈ ട്രീറ്റിയിൽ ഒപ്പിടുന്നത് പക്ഷേ ആദിത്യവർമ്മയല്ല. പകരം ആ സമയത്ത് നെയ്യാറ്റിൻകരയുടെ, എവിടെയാണ്? നെയ്യാറ്റിൻകര ഗോപൻ അല്ലെ? നെയ്യാറ്റിൻകരയുടെ രാജകുമാരനായിരുന്ന പ്രിൻസ് ആയിരുന്ന മാർത്താണ്ഡവർമ്മയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് അദ്ദേഹം രാജാവായിട്ടില്ല. നെയ്യാറ്റിൻകര രാജകുമാരനായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് ഈ വേണാട് ഉടമ്പടിയിൽ ഒപ്പിടുന്നത്. മനസ്സിലാവുണ്ടോ? തൊട്ടപ്പുറത്ത് ആരായിരുന്നു? അലക്സാണ്ടർ ഓം. ആരായിരുന്നു? അലക്സാണ്ടർ ഓം ആയിരുന്നു അപ്പുറത്ത് ഒപ്പിട്ടത്. മാർത്താണ്ഡവർമ്മ വേണാടിന് വേണ്ടി ഒപ്പിട്ടു. അലക്സാണ്ടർ ഓം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പിട്ടു. നെയ്യാറ്റിൻകര രാജകുമാരനായിരുന്നു ആ സമയത്ത് മാർത്താണ്ഡവർമ്മ. ഏതാണ് വർഷം? 1723 വേണാട് ട്രീറ്റി, വേണാട് ഉടമ്പടി. രാജാവ് വേണാടിന്റെ ആദിത്യവർമ്മ ആയിരുന്നു. എല്ലാം മനസ്സിലായല്ലോ? കണക്ട് ചെയ്ത് പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓർത്തു വെക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി എ മെമ്മോറിയൽ ആർട്ട് വർക്ക് ഓവർ 900 feet ലോങ് വാസ് ക്രിയേറ്റഡ് ടു കൊമമറേറ്റ് ദ 300th ആനിവേഴ്സറി. 900 അടിയോളം നീളമുള്ള ഒരു ആർട്ട് വർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ പേരിൽ ഈ ഒരു വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാം സ്റ്റേറ്റ്മെന്റിലേക്ക് കടക്കാം. എന്താണ്? ദ ഡിവിഷൻസ്, അതായത് മലബാറിന്റെ ഡിവിഷൻ ആണ് അല്ലെ? മലബാറിന്റെ ഡിവിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. നോർത്ത് മലബാർ എന്നും അതുപോലെ തന്നെ സൗത്ത് മലബാർ എന്നും ഇതിനെ വിഭജിച്ചു. പറഞ്ഞ വർഷവും കറക്റ്റ് തന്നെയാണ്. 1793 തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ വിഭജനം നടക്കുന്നത്. വടക്കൻ മലബാറിന്റെ തലസ്ഥാനമായിട്ട് തലശ്ശേരിയെ തീരുമാനിച്ചു. സദേൺ മലബാറിന്റെ തലസ്ഥാനമായിട്ട് ചെർപ്പുളശ്ശേരിയെ തീരുമാനിച്ചു. ഈ ചെർപ്പുളശ്ശേരിയിൽ നിന്ന് തലസ്ഥാനം പിന്നീട് ഒറ്റപ്പാലത്തേക്ക് മാറ്റുകയുമാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇത് നിങ്ങൾക്കറിയാം 1792 മൂന്നാമത്തെ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ അവസാനിക്കും അല്ലെ? ടിപ്പു സുൽത്താൻ പരാജയപ്പെടുന്നുണ്ട് ഇതിൽ. അതിനെ തുടർന്ന് മലബാർ ഏരിയ, വയനാട് ഏരിയ ഇതെല്ലാം എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? ഇദ്ദേഹത്തിന് കൈമാറേണ്ടി വരുന്നുണ്ട്. അതിനെ തുടർന്ന് എന്ത് ചെയ്യുകയാണ്?
ഭരണത്തിന് സൗകര്യത്തിന് വേണ്ടിയിട്ട് പിന്നീട് ഈ മലബാർ ഏരിയയെ രണ്ടായിട്ട് എന്ത് ചെയ്യുകയാണ്, മുറിക്കുകയാണ് അല്ലെ. ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പൊ തേർഡ് ആംഗ്ലോ മൈസൂർ വാറിന്റെ പരിണിത ഫലങ്ങളിൽ ഒന്നായിരുന്നു മലബാറിന്റെ വിഭജനം. അപ്പൊ അതുകൂടി ആലോചിക്കാം. ചിലപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. തേർഡ് ആംഗ്ലോ എന്താ പറയുക മൈസൂർ വാർ. തേർഡ് ആംഗ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ, മൈസൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടിപ്പു സുൽത്താൻ. ഓക്കെ, ആംഗ്ലോ മൈസൂർ വാറിന്റെ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ അവസാനിക്കുന്ന 1792 ഇതിന്റെ പരിണിത ഫലമായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വിഭജനം. ഓക്കെ ആണേ. ഈ ഒരു എന്താ പറയുക ഇതിനെ തുടർന്നാണ് എന്ത് സംഭവിക്കുന്നത്, പിന്നീട് വയനാട് ഏരിയകളും മറ്റും അല്ലെ പഴശ്ശിരാജയ്ക്ക് ലഭിക്കാതിരിക്കുന്നു, നികുതി പിരിവിൽ നിന്ന് അദ്ദേഹത്തിന് പ്രശ്നങ്ങളാക്കുന്നു. പിന്നെയാണ് പഴശ്ശിയുടെ വിപ്ലവം എന്ത് ചെയ്യുന്നത്, പൊട്ടിപ്പുറപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൈറ്റ്, അടുത്ത ഭാഗം നോക്കാം. കുണ്ടറ പ്രൊക്ലമേഷൻ, കുണ്ടറ വിളംബരം നടക്കുന്നത് എന്ന് പല തവണയായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. 1809 ജനുവരി 11. 1809 ജനുവരി 11 ഇത് ചെയ്യുന്നത് കുണ്ടറ വിളംബരം നടക്കുന്നത്. വേലുത്തമ്പി ദളവയായിരുന്നു ആ സമയത്തെ തിരുവിതാംകൂറിന്റെ ദളവ. ദിവാൻ എന്നുള്ള പേര് പിന്നീട് ആയി മാറി ആ സമയത്ത് ദളവ എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഇദ്ദേഹമായിരുന്നു അടിസ്ഥാനപരമായിട്ട് കുണ്ടറ വിളംബരം. ഈ സമയത്ത് ആരായിരുന്നു? കേണൽ മക്കാളെ ആയിരുന്നു ഭരണം അല്ലെ. കേണൽ മക്കാളെ ഉണ്ട് അല്ലെ. അപ്പൊ കേണൽ മക്കാളെ ആയിരുന്നു ഈ സമയത്ത്. അതായത് അവിടെ നമുക്കറിയാം ഈ സമയം ആയപ്പോഴേക്കും തിരുവിതാംകൂർ എന്തായി മാറിയിട്ടുണ്ട്, വിധേയമിത്രം ആയി മാറിയിട്ടുണ്ട്. എന്താണ് വിധേയമിത്രം? ഒരു സബ്സിഡിയറി തന്നെ, സബ്സിഡിയറി അലയൻസിൽ ഒപ്പിട്ടു. 1805 ഉടമ്പടിയോട് കൂടിയിട്ട് തിരുവിതാംകൂർ ഒരു വിധേയമിത്രമായിട്ട് മാറുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഉടമ്പടിക്കൊക്കെ മുന്നിട്ട് നിന്നതൊക്കെ ആരായിരുന്നു? വേലുത്തമ്പി ദളവ തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള നല്ല ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഈവൻ സൈന്യത്തിന്റെ ഇടയിൽ, നായർ പടയാളികളുടെ ഇടയിൽ ഒരു എന്താ പറയുക ഒരു എന്തുണ്ടാവുകയാണ്, ഒരു കലാപം ഉണ്ടാവുന്നുണ്ട് ശമ്പളത്തിന്റെയൊക്കെ പേരിൽ. ഇതൊക്കെ അടിച്ചമർത്തുന്നതൊക്കെ വേലുത്തമ്പി ദളവ തന്നെയാണ്. പക്ഷെ പിന്നീട് കേണൽ മക്കാളെയും വേലുത്തമ്പിയും തമ്മിൽ എന്ത് ചെയ്യുകയാണ്, സ്വരച്ചേർച്ച ഇല്ലാണ്ടാവുകയാണ്. കേണൽ മക്കാളെ പിരിച്ചു കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ തുകയും ഉടനെ കിട്ടണം എന്നൊക്കെ പറയുകയാണ്. വേലുത്തമ്പി പക്ഷേ യുദ്ധത്തിന് ശേഷവും മറ്റു പല പ്രശ്നങ്ങൾക്കും ശേഷം എന്ത് ചെയ്യുകയാണ്, ഉടനെ അത് കിട്ടുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ കേണൽ ഭയങ്കര വാശി പിടിക്കുന്നു. ഇത് വേലുത്തമ്പിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ എന്ത് ചെയ്യുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാവുകയാണ്. ഇതിനെ തുടർന്ന് ഈ സമയത്ത് ഭരിച്ചിരുന്ന രാജാവാണെങ്കിലോ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ലിസ്റ്റിലെ ഏറ്റവും എന്താ പറയുക വീക്കായിട്ടുള്ള രാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഏറ്റവും വീക്കായിട്ടുള്ള രാജാവായിട്ട് അറിയപ്പെടുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു രാജാവ്. കേണൽ മക്കാളെയായിരുന്നു അവിടുത്തെ റെസിഡന്റ്. ദളവയാരായിരുന്നു? അത് നമ്മളുടെ വേലുത്തമ്പി ദളവയായിരുന്നു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുകയാണ്, പ്രശ്നങ്ങൾ തുടങ്ങുന്നു. അതിനെ തുടർന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡിക്ലറേഷൻ, ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ആയുധമെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് അദ്ദേഹം പുറപ്പെടുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പോരാട്ടം വിഫലമാവുകയാണ്. അവസാനം എന്ത് ചെയ്യുകയാണ്, അദ്ദേഹം മരണപ്പെടുകയാണ്. ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്? ഇളമ്പള്ളൂർ ക്ഷേത്രം. ഏതാണ്? കൊല്ലത്തിനടുത്തുള്ള ഇളമ്പള്ളൂർ ക്ഷേത്രം. ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഓർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കിക്കേ. ഡ്യൂറിംഗ് ദ ഭക്തി മൂവ്മെന്റ് ദ ആൾവാർസ് വേർ ശൈവൈറ്റ്സ് ആൻഡ് നായനാർസ് വേർ വൈഷ്ണവൈറ്റ്സ്. ഇത് തെറ്റാണ്, നമുക്ക് അറിയേണ്ടതാണ്, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ആൾവാർമാരായിരുന്നു എന്ത്, വൈഷ്ണവര്. നായനാർമാരായിരുന്നു ആരുണ്ടായിരുന്നത്, ശിവഭക്തരായിട്ടായിരുന്നത്. ഓക്കെ, നായനാർമാരായിരുന്നു ശിവഭക്തന്മാര്, വൈഷ്ണവൈറ്റ്സ് അല്ല അവര്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും എന്താണ്, തെറ്റാണെന്ന് മനസ്സിലായി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഏതൊക്കെ ശരി എന്നാണ് ചോദ്യം. അപ്പൊ ഒന്നുള്ള എല്ലാം നമുക്ക് വെട്ടിക്കൂടെ? ഒന്നുള്ളൊക്കെ വെട്ടിയ കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. ഈ രീതിയിൽ എന്ത് പഠിക്കുക, എലിമിനേറ്റ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ഇനി സെക്കൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ പോലും പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കേ, സൂർദാസിനെ കുറിച്ചാണ് എന്തോ പറയുന്നത്. ലാംഗർ എന്ന് പറയുന്നത് എന്താ പറയുക, ഗുരുനാനാക്കിന്റെ കോൺട്രിബ്യൂഷൻ ആണോ? നമുക്ക് അറിയോ? ഉറപ്പുണ്ടോ? സൂർദാസിന്റെ കാലഘട്ടം അക്ബറിന്റെ കാലഘട്ടമാണെന്ന് പറയുന്നു. ആണോ? ഉറപ്പുണ്ടോ? കൺഫ്യൂഷൻ ആവാം. പക്ഷെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വളരെ എളുപ്പമാണ്. നായനാർസ് എന്ന് പറയുന്നത് ശിവഭക്തരാണെന്നും അതുപോലെ തന്നെ എന്താ പറയുന്നത്,
ആൾവാർമാർ എന്ന് പറയുന്നത് വിഷ്ണു ഭക്തരാണെന്നും വൈഷ്ണവൈറ്റ്സ് ആണെന്നും നമുക്ക് അറിയേണ്ടതാണ്. അപ്പൊ ഇത് തെറ്റായിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നു. ഫസ്റ്റ് ഉള്ളത് എല്ലാം നമ്മൾ കളയുന്നു, ഒരൊറ്റ ആൻസറേ ബാക്കിയുള്ളൂ, ആൻസർ മാർക്ക് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ഇത്രേ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലാവുണ്ടോ? എലിമിനേഷൻ മെത്തേഡിൽ ഇത്രേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് പിന്നീട് സമയം കളയാനായിട്ട് ബാക്കി ഇരുന്ന് വായിച്ച് സമയം കളയരുത്. എന്നിരുന്നാലും സൂർദാസിനെ കുറിച്ചും അതുപോലെ തന്നെ എന്താ പറയുക, മറ്റതിനെ കുറിച്ചും നമുക്കൊന്ന് പറയാം. അപ്പോൾ ഭക്തി മൂവ്മെന്റിൽ ആൾവാർസ് എന്ന് പറയുന്നത് വൈഷ്ണവൈറ്റ്സ്, വിഷ്ണു ഭക്തരും അതുപോലെ തന്നെ അതായത് ലോർഡ് വിഷ്ണുവിന്റെ ഭക്തരും, നായനാർസ് എന്ന് പറയുന്നത് ആരായിരുന്നു? അവർ ശൈവൈറ്റ്സ് ആയിരുന്നു, അതായത് ലോർഡ് ശിവന്റെ ഭക്തരുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു? ഇവര് തമിഴിൽ എന്ത് ചെയ്യുകയാണ്? തമിഴിൽ ഈ രണ്ട് ഈശ്വരന്മാരെയും പ്രകീർത്തിച്ചു കൊണ്ടിട്ടുള്ള പാട്ടുകളും മറ്റും എന്താണ് പാടുകയാണ്. സൗത്ത് ഇന്ത്യയിലെ ഭക്തി മൂവ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കണ്ണികളായിരുന്നു നായനാർസും ആൾവാർസും എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സൂർദാസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സൂർദാസ് അക്ബർ സൂർദാർ വാസ് പാട്രണൈസ്ഡ് ബൈ അക്ബർ. ഇദ്ദേഹം അന്ധനായിരുന്നു എന്നാണ് പറയുന്നത്. സൂർദാസ് അന്ധനായിട്ടുള്ള ഒരാളായിരുന്നു. ഏതാണ്ട് 1478 എന്ന വർഷവും 1580 എന്ന വർഷം, ഈ വർഷങ്ങളുടെ ഇടയിൽ എവിടെയോ ആണ് സൂർദാസ് ജീവിച്ചിരുന്നത് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അക്ബറിന്റെ കാലഘട്ടം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുക. അദ്ദേഹത്തിന്റെ അവസാന ഒരു കാലഘട്ടത്തിന്റെ ആ സമയം നോക്കുമ്പോൾ നമുക്കറിയാം 1555 മുതൽ അങ്ങോട്ട് 1555 മുതൽ അങ്ങോട്ട് അക്ബറിന്റെ കാലഘട്ടം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സമയം എന്ന് പറയുന്നത് സൂർദാസിന്റെ പ്രധാനപ്പെട്ട കവിതകളും മറ്റുമായിട്ട് അക്ബർ പാട്രണൈസ് ചെയ്തൊരു കാലഘട്ടമായിട്ട് കണക്കാക്കുന്നുണ്ട് സൂർദാസിന്. അദ്ദേഹം അന്ധനായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സൂർസാഗർ, സൂർസാരാവലി, സാഹിത്യലഹരി ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അതുപോലെ തന്നെ ആ സമയത്തെ ഹിന്ദിയുടെ ഒരു വകഭേദമായിരുന്ന ഭാഷയായിരുന്നു ബ്രജഭാഷ. ഏതായിരുന്നു? ബ്രജ് ഭാഷ. അതായത് ഈ കഠി ബോലി അങ്ങനെയൊക്കെ പറയുന്ന ഹിന്ദിയുടെ തന്നെ പല പല വകഭേദങ്ങളുണ്ട്. അതിലൊന്ന് ബ്രജഭാഷ. ഈ ബ്രജഭാഷ ആദ്യ കാലഘട്ടത്തിൽ അന്ന് പ്രധാനപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാ? ഒന്ന് സാൻസ്ക്രീറ്റ് ആണ്. പിന്നെ ഏതാണ്? നമ്മളുടെ പ്രഷ്യൻ ലാംഗ്വേജിലെ സാൻസ്ക്രീറ്റും അതുപോലെ തന്നെ നമ്മളുടെ പെട്ടെന്ന് വായിൽ വരുന്നില്ല, നമ്മുടെ ഇറാനിയൻ ഭാഷ ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് ഞാൻ ബ്ലാങ്ക് ആയി പോട്ടെ, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതാണെന്നുള്ളത്. അതായത് ഉറുദുവിലേക്ക് നമ്മളെ എത്തിച്ച എന്താ പറയുക ഭാഷ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു ഭാഷകളാണ് വലിയ ഭാഷകളായിട്ട് കണക്കാക്കിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുകയാണ്? ബ്രജ് ഭാഷ ആളുകൾ എന്തൊരു ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കണക്കാക്കിയിരുന്നു. പക്ഷെ സൂർദാസിന്റെ ബ്രജ് ഭാഷയിലുള്ള രചന ഒരുപാട് ആളുകളെ ആകർഷിക്കുകയും അവസാനം അതൊരു പ്രധാനപ്പെട്ട ഭാഷ എന്നുള്ള തലത്തിലേക്ക് മാറുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ അല്ലേ? അതപ്പോൾ എന്ത് ചെയ്യുക? ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോയാലോ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. എന്തായിരുന്നു? ലങ്കാർ അല്ലെ. ലങ്കാർ എന്തായിരുന്നു? ലങ്കാർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതെന്താണ്? ഭാഷ. കമ്മ്യൂണിറ്റി കിച്ചൺ അല്ലേ. അതായത് നിങ്ങൾക്കറിയാം സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ കാര്യങ്ങളൊന്നാണ് ഈ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. നിങ്ങൾ ഗോൾഡൻ ടെമ്പിളിലാണെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിലും സിഖുകാരുടെ ഏതൊരു കമ്മ്യൂണിറ്റി പരിപാടിക്ക് പോവുകയാണെങ്കിലും അവിടെ ഭക്ഷണം കിട്ടും. നല്ല ഭക്ഷണം അവരെന്ത് ചെയ്യും? അവർ വിളമ്പും. ഗുരുനാനാക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ആരും വിശന്ന് കിടക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഗുരുനാനാക്ക് ആയിരുന്നു അല്ലെ സിഖിസത്തിന്റെ സ്ഥാപകൻ. അപ്പോൾ വിശന്ന് വലഞ്ഞ് ഒരാൾ പോലും ഉണ്ടാവരുത് എന്നത് അവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉറപ്പാണ്. അപ്പൊ അതിനുവേണ്ടി ലങ്കർ അഥവാ കമ്മ്യൂണിറ്റി കിച്ചൺ, എല്ലാവർക്കും കൂടി ആഹാരം കഴിക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ അവരെന്ത് ചെയ്യും? അവർ തുടങ്ങും. ഏതാണ്ട് 1481 ഈ ഒരു പ്രാക്ടീസ് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രാക്ടിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഹിസ് കോർ ടീച്ചിങ്സ് ഓൺ ഇക്വാലിറ്റി, കമ്മ്യൂണിറ്റി ആൻഡ് സർവീസ് ടു ഹ്യൂമാനിറ്റി. അതായത് റിഗാർഡ്ലെസ് ഓഫ് ദെയർ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് എന്ത് ചെയ്യാം? അവർക്ക് വരാം, ഭക്ഷണം കഴിക്കാം, പോവാം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് കൺസെപ്റ്റ്. അതുപോലെ തന്നെ സിഖിസവുമായി ബന്ധപ്പെട്ട് 10 ഗുരുക്കന്മാരുണ്ട്. ഈ 10 ഗുരുക്കന്മാരുടെ പ്രത്യേകതകൾ നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ജസ്റ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം. അതുപോലെ തന്നെ 5 Ks ഉണ്ട് സിഖിസത്തിന്റെ. അതറിയില്ലേ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന്? 5 Ks എന്തൊക്കെയാണ്? ഒന്ന് കേശ് അല്ലെ. പിന്നെ എന്താണ്? കങ്ക. ഏതാണ്? കങ്ക. പിന്നെന്താണ്? ഖറ. ഇങ്ങനെ കയ്യിലിടില്ലേ, ഒരു വളയിടില്ലേ, അത് ഖറ. പിന്നെന്താണ്? ഖച്ചെറ. അവരുടെ ഒരു കോട്ടൺ ടൈപ്പ് ഒരു പ്രത്യേക തുണി കൊണ്ടുള്ള ഒരു അണ്ടർവെയർ പോലത്തെ സാധനം. പിന്നെ കിർപ്പൺ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. കിർപ്പൺ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ട് 5 Ks എന്ന് വെച്ചാൽ ഈ 5 Ks ഇതൊക്കെയാണ് എന്ന് ഓർക്കുക. മനസ്സിലാവുന്നുണ്ടോ? റൈറ്റ്.
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റെസിഡൻസ് ഓഫ് സൂഫി സെയിൻസ് വാസ് നോൺ ആസ്. സൂഫി സന്യാസിമാരുടെ വസതികൾ അറിയപ്പെട്ടത് ഏത് പേരിലായിരുന്നു? ഇത് ഫാക്ച്വൽ ചോദ്യമാണ്. ഖാൻഖാസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അതിന്റെ കൂട്ടത്തിൽ അറിയേണ്ടത് മറ്റൊന്ന് എന്താണ്? ഖവാലി അല്ലെ. ഖവാലി എന്താണ്? ഇത് ഒരു സൂഫി മ്യൂസിക് ആണ്, സൂഫി ഇസ്ലാമിക് മ്യൂസിക് ആണ്. ഇത് ഒരു ഡിവോഷണൽ എന്താ പറയുക, ഒരു ഭക്തി ഗാനം പോലെ അവർ പാടിയിരുന്ന, എന്താ പറയുക, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വളരെ ഫേമസ് ആയിരുന്ന ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഗാനങ്ങളായിരുന്നു ഖവാലി. ഖവാലികൾക്കൊക്കെ പല പല സ്കൂൾ ഓഫ് ഖവാലീസ് ഒക്കെ ഉണ്ട്. മനസ്സിലാവുണ്ട്? ഓരോരോ പ്രധാനപ്പെട്ട സൂഫി വൈദ്യന്മാർക്ക് അവരവരുടേതായിട്ടുള്ള ഖവാലീസ് ഒക്കെ ഉണ്ടാവും. മനസ്സിലാവുണ്ട്? അവരുടെ ആ സ്കൂൾ ഓഫ് എന്താ പറയുക ഖവാലീസ് ഒക്കെ എന്താണ്, വളരെ ഫേമസ് ആണ്. യെസ്, ഇരിക്കട്ടെ. അപ്പം ഖവാലീസ് മ്യൂസിക് ആണ്, അവ ഭക്തി ഗാനങ്ങൾ എന്ന തലത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഖാൻഖാസ് ആണ് അടിസ്ഥാനപരമായിട്ട് എന്ത്, ഈ സൂഫി സെയിന്റുകളുടെ താമസ സ്ഥലങ്ങൾ, റെസിഡൻസുകൾ അറിയപ്പെട്ടിരുന്നത്. ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടങ്ങളിൽ പല ആളുകളും എന്ത് ചെയ്യും, ഈ സൂഫി മാസ്റ്റേഴ്സിനെ കാണാൻ വരുന്നവരുടെ ശിഷ്യന്മാര്, യാത്രക്കാര്, ഇവരൊക്കെ താമസിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഈ ഖാൻഖാസ് ഉപയോഗിച്ചിരുന്നു. അപ്പൊ സത്രങ്ങൾ പോലെയും പലപ്പോഴും എന്ത് ചെയ്തിരുന്നു, ഇവ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്ന കാര്യം എന്ത് ചെയ്യുക, ആലോചിക്കുക. സോ സൂഫി ലോഡ്ജുകൾ, ദർഗാസ്, ഹോസ്പീസസ് എന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവയെ ആലോചിക്കാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ റീസൺസ് ഫോർ ദ ഔട്ട്ബ്രേക്ക് ഓഫ് റിവോൾട്ട് ഓഫ് 1857? 1857 വിപ്ലവത്തിന്റെ പൊട്ടിപ്പുറപ്പെടലിന് കാരണമായത് ഈ താഴെ തന്നിട്ടുള്ളവയിൽ എന്താണ് എന്നതാണ് ചോദിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ എൻഫീൽഡ് റൈഫിൾസ്, ഒബ്വിയസ്ലി അല്ലെ. അതിൽ പന്നിയുടെയും അതുപോലെ തന്നെ പശുവിൻ്റെയും നെയ്യ് ചേർത്തിട്ടുള്ള കാട്രിഡ്ജുകൾ അതിലുണ്ട് എന്നുള്ള വാർത്തയാണ് മതപരമായിട്ട് ആളുകളെ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്തത് അല്ലെ. അതായത് ഒരു ഫയർ കൊടുത്തത് അല്ലെ, ഒരു ഫയർ കാരണമായത് ഏതാണ്, ഒരു തീപ്പൊരിക്ക് കാരണമായത് ഏതായിരുന്നു, അത് ഇതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ടു ഇന്ത്യൻ സോൾജേഴ്സ്, ഒബ്വിയസ്ലി ഹിസ്റ്റോറിക്കൽ ആയിട്ട് ആളുകളുടെ ഉള്ളിൽ ഇത് കിടപ്പുണ്ടായിരുന്നു. ദ പോളിസീസ് ഓഫ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ഒരുപാട് രാഷ്ട്രങ്ങൾ അല്ലെ, ഝാൻസി ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ഝാൻസിയിൽ ഉൾപ്പെടെ ഒരുപാട് നാട്ടുരാജ്യങ്ങളിൽ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, കൃത്യമായിട്ടുള്ള ഒരു പിൻഗാമി, രക്തത്തിലൂടെ ബ്ലഡ് ലൈനിൽ ഒരു പിൻഗാമി ഉണ്ടാകാതെ രാജാവ് മരണപ്പെട്ടാൽ ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ രാജ്യം പിടിച്ചെടുക്കാൻ പറ്റും. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന ഒരു രീതി കൊണ്ടുവന്നു. അപ്പോൾ ഇത് മൂന്നും നമുക്കുണ്ടെന്നറിയാം. സോൾട്ട് ടാക്സ് അപ്പോൾ ഒരു പ്രശ്നമായിട്ടുണ്ടോ? അപ്പോൾ ഒരു പ്രശ്നം ആയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും 1, 2, 4 എന്നിവയാണ് നമ്മുടെ ആൻസർ. 1, 2 and 4 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. അപ്പൊ 3 ഇപ്പോൾ ഒരു കാരണമല്ല എന്ന് നമുക്ക് ഏതാണ്ട് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഓൾറെഡി കളയാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ബാക്കിയുള്ളതെന്ന് കണ്ടുപിടിച്ചാലും നമുക്ക് മതി. പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. 857 റിവോൾട്ട് എന്ന് പറയുന്നത് മിക്സ് ഓഫ് പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, റിലീജിയസ് ഫാക്ടേഴ്സ് ഒക്കെ കൂടിയതാണ് അല്ലെ. നമുക്കറിയാം സതി നിരോധിക്കുന്നുണ്ട്, വിധവാ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മതത്തിന്റെ ഉള്ളിലേക്കുള്ള കടന്നുകയറ്റമായിട്ട്, ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ പല ആളുകളും എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. അന്നത്തെ ആളുകൾ കണക്കാക്കുന്നത്. പറയുമ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും, മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ട്രിഗർ, എന്താണ് ട്രിഗർ ചെയ്തത്, അത് ഈ എൻഫീൽഡ് റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന കാട്രിഡ്ജുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവയുടെ ദേ ആർ ഗ്രീസ്ഡ് വിത്ത് അനിമൽ ഫാറ്റ് എന്ന് പറയുകയാണ്. പശുവിന്റെ നെയ്യ്, പന്നിയുടെ നെയ്യ്, ഇവ വെച്ചിട്ടാണ് ഈ കാട്രിഡ്ജുകൾ ഇടണമെങ്കിൽ ഇങ്ങനെ വായ കൊണ്ട് കടിച്ച്, പല്ലുകൊണ്ട് ഇങ്ങനെ കടിച്ച് അതിന്റെ കവർ ഇങ്ങനെ എടുത്തിട്ട് വേണം അത് എന്ത് ചെയ്യാൻ വേണ്ടി, ഇടുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഹിന്ദുക്കൾക്കാണെങ്കിൽ പശുവിന്റെ നെയ്യ് പറ്റില്ല എന്നുള്ളത്, മുസ്ലിംസിനാണെന്നുണ്ടെങ്കിൽ പന്നിയുടെ നെയ്യ് പറ്റില്ല എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും എന്താണ്, ഇങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്ന രീതിയിൽ എന്താണ് പറയുകയാണ്. അതൊരു വലിയ പ്രശ്നമായിട്ട് പിന്നീട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ എന്താണ്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. ഒരുപാട് നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ആയുധമെടുക്കാൻ ഇത് എന്ത് ചെയ്തു, ഇത് കാരണമായി. ഇതിന്റെ പേരിൽ അനക്സേഷൻ നടത്തി പല പല രാജ്യങ്ങളെ അനക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കണോമിക്കലി ആണെങ്കിലും വലിയ ലാൻഡ് ടാക്സുകൾ അടയ്ക്കേണ്ട അവസ്ഥ ആളുകൾക്ക് ഉണ്ടായിരുന്നു. ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രികളെയും മറ്റും എന്താണ് തകർത്തിട്ട് ബ്രിട്ടീഷുകാർ വെറും ഒരു എന്താ പറയുക, അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സ് കൊണ്ടുവന്ന് തള്ളാനുള്ളൊരു സ്ഥലമായിട്ട് നമ്മളെ കണക്കാക്കിയിരുന്നു. ഇതൊക്കെ എക്കണോമിക്കലായിട്ടുള്ള, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള വലിയ ബേർഡൻ ആളുകൾക്ക് ഉണ്ടാക്കിയിരുന്നു. ജോലി ഇല്ലാണ്ടായിട്ട് മാറിയിട്ടായിരുന്നു. കലാകാരന്മാർക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു അല്ലെ. പിന്നെ സോഷ്യലി ബ്രിട്ടീഷ് ഇന്റർഫറൻസ് ഇൻ കസ്റ്റംസ് ആൻഡ് റിലീജിയസ് പ്രാക്ടീസസ് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ അല്ലെ, സതി, വിധവാ വിവാഹം, ഇത്തരം കാര്യങ്ങളൊക്കെ ആക്ച്വലി പിന്നീട് ഇന്ന് നോക്കുമ്പോൾ നല്ലതായിരുന്നു എന്നുണ്ടെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ അവർ അതിനെ മുഴുവൻ എടുത്തിരുന്നത് ഏത് രീതിയിലായിരുന്നു, നമ്മുടെ മതത്തിനെ തകർക്കാൻ വന്ന ആളുകൾ. പിന്നെ അതേ സമയത്ത് തന്നെ ആര് വർക്ക് ചെയ്തിരുന്നു,
ക്രിസ്ത്യൻ മിഷണറീസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സംസ്കാരം മുഴുവൻ പ്രശ്നമാണ്, പോക്കാണ് എന്നും ഇതിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുള്ള മൂവ്മെന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാം കൂടി ചേർന്ന് ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കൃത്യമായി ഇന്ത്യക്കാർ നേരിടുന്ന ഒരു കാലഘട്ടം ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ, റിലീജിയസ് ഫാക്ടേഴ്സ് എല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് എന്തിലേക്ക് നയിക്കുന്നത്? 857 റിവോൾട്ടിലേക്ക് നയിക്കുന്നത്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ. അടുത്ത ചോദ്യം, നാനാ സാഹിബ് ലെഡ് ദ 1857 റിവോൾട്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻസ്? ഈ ചോദ്യം കൊണ്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോരോ നേതാക്കന്മാര് 857 വിപ്ലവം നയിച്ച ഇടങ്ങൾ ചോദ്യങ്ങളായി വരാറുണ്ട്. ആ കാര്യം നിങ്ങൾ ഓർക്കണം എന്ന് പറയാനാണ്. നാനാ സാഹിബ് 857 താന്തിയ തോപ്പിയോടൊപ്പം, നാനാ സാഹിബും താന്തിയ തോപ്പിയും കൂടിയിട്ട് കാൺപൂരിലാണ് ഈ ഒരു പോരാട്ടം നയിച്ചിരുന്നത്. പിന്നെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനും ഡൽഹിയിൽ എന്ത് ചെയ്തു? യുദ്ധം നയിച്ചു. റാണി ലക്ഷ്മിഭായ് ഝാൻസിയിൽ യുദ്ധം നയിച്ചു. ബീഗം ഹസ്രത് മഹൽ ലക്നൌവിൽ യുദ്ധം നയിച്ചു. കുൻവർ സിംഗ് ബീഹാറിലും ഖാൻ ബഹദൂർ ഖാൻ ബറേലിയിലും മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലും യുദ്ധം നയിക്കുകയാണ് ചെയ്തത്. ഈ പോരാട്ടങ്ങളിൽ ഈ ഓരോ പ്രധാനപ്പെട്ട ഇടങ്ങളിലും ഈ യുദ്ധം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഓഫീസർമാരെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ചോദ്യം വരാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ചോദ്യം വരാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്ത് പറഞ്ഞു തന്നു? ഇന്ത്യൻ സൈഡിൽ നിന്നും, അന്ന് ഇന്ത്യ ആയിട്ടില്ല, നാട്ടുരാജ്യങ്ങളുടെയും മറ്റും സൈഡിൽ നിന്നും യുദ്ധം നയിച്ച പ്രധാനപ്പെട്ട ചില ഇടങ്ങളിലെ ആളുകളെ ഞാൻ പറഞ്ഞു തന്നു. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ബ്രിട്ടീഷ് സൈന്യത്തിനെ നയിച്ചുകൊണ്ട് ഡൽഹിയിലും മറ്റ് പലയിടങ്ങളിലും യുദ്ധം എന്താ പറയുന്നത്? ഇപ്പൊ സർ എന്താ പറയുക? ഇല്ല, ഞാനത് പറഞ്ഞു തരുന്നില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് കമന്റ് ചെയ്യില്ല. നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യുക. ഏതൊക്കെ സ്ഥലങ്ങളിൽ ഏതൊക്കെ ബ്രിട്ടീഷ് ഓഫീസർമാരാണ്? കഴിഞ്ഞ PSCയിലെ പല എക്സാമുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക? നിങ്ങളൊന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിച്ച് സിറ്റി ഈസ് നോൺ ആസ് സിറ്റി ഓഫ് സ്റ്റാച്യൂസ്? പ്രതിമകളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് നഗരമാണ്? ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ എന്നിങ്ങനെയാണ് പറയുന്നത്. ഉത്തരം തിരുവനന്തപുരമാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ, തിരുവനന്തപുരത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ കവടിയാറിന്റെ ജംഗ്ഷൻ ആ ഏരിയ നോക്കുക, അവിടെ സ്വാമി വിവേകാനന്ദ പ്രതിമയുണ്ട്. അവിടുന്ന് നേരെ നിങ്ങൾ വന്നിട്ട് വഴുതക്കാടിലേക്ക് എത്തുന്ന മുമ്പായിട്ട് വെള്ളയമ്പലം, അവിടെ ശ്രീ അയ്യങ്കാളിയുടെ പ്രതിമ കാണാൻ പറ്റും. അവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് നിങ്ങൾ മാനവീയം വീഥിയിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AKGയുടെയോ വയലാറിന്റെ പ്രതിമയാണ്, വയലാറിന്റെ പ്രതിമയോ മറ്റോ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് സാധിക്കും. കുറച്ചങ്ങോട്ട് എന്താ പറയുക, കനകക്കുന്നിൻ്റെ അവിടേക്ക് പോയാൽ K കരുണാകരൻ്റെ പ്രതിമ കാണാൻ സാധിക്കും. തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് പോവുകയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നേരെ വെള്ളയമ്പലത്തിൽ നിന്ന് നിങ്ങൾ വഴുതക്കാടിലേക്ക് വരികയാണെങ്കിൽ ആനി മെസ്കറിന്റെ പ്രതിമ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പലയിടങ്ങളിലായിട്ട് വളരെ പ്രധാനപ്പെട്ട ദിവാൻ T മാധവറാവുവിന്റെ പ്രതിമ കാണാൻ സാധിക്കും. ഇതാണ് ഓൾഡസ്റ്റ് വൺ എന്ന് പറയുന്നത്. ദിവാനായിട്ടുള്ള T മാധവറാവുവിന്റെ പ്രതിമ നിങ്ങൾക്ക് എവിടെ കാണാൻ സാധിക്കും? സെക്രട്ടേറിയറ്റിന്റെ ഓപ്പോസിറ്റ്, സെക്രട്ടേറിയറ്റിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേലുത്തമ്പി ദളവയുടെ പ്രതിമ കാണാനായിട്ട് എന്ത് ചെയ്യും? സാധിക്കും. ഈ രീതിയിൽ ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ എല്ലാം പ്രതിമകൾ പലയിടങ്ങളിലായിട്ട് അലങ്കരിക്കുന്ന ഒരു നഗരമാണ് തിരുവനന്തപുരം എന്ന് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ടാണ് തിരുവനന്തപുരം ഏത് പേരിൽ അറിയപ്പെടുന്നത്? പ്രതിഭകളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് കോട്ടൺ മിൽ ഇൻ കേരള വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. നോക്കൂ, ഇതൊക്കെ ഫാക്ച്വൽ ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ഇൻ കേരള കുറേ നമ്മൾ പഠിക്കാനുണ്ട് അല്ലേ? ഫസ്റ്റ് കോട്ടൺ മിൽ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 884 കൊല്ലത്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആരാണ്? AD കോട്ടൺ, ഫൗണ്ടഡ് ബൈ AD കോട്ടൺ ആൻഡ് നെയ്മഡ് പാർവതി മിൽസ്. ഇതുപോലെ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് എവിടെയാണ്? CMS പ്രസ് ആണ്. ഫസ്റ്റ് ന്യൂസ് പേപ്പർ രാജ്യസമാചാരമാണ് 847. ഫസ്റ്റ് കളക്ഷൻ ഓഫ് മലയാളം പോയംസിന്റെ പേര് വെള്ളി നക്ഷത്രം എന്നാണ്. MP അപ്പനായിരുന്നു പുറകിൽ. ഫസ്റ്റ് നോവൽ കുന്തലതയാണ് 887, അപ്പു നെടുങ്ങാടിയാണ്. അപ്പൊ ഇങ്ങനെ ഫസ്റ്റ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറേ അധികം കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇവ എന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ വേലകളി ഇവന്റ്. ഏതാണ്? വേലകളി ഇവന്റ്
ഈസ് പ്രൈമറിലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഡിസ്ട്രിക്ട്? ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടാണ് വേലകളി കിടക്കുന്നത് എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേലകളി ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി ഒറിജിനേറ്റഡ് ഇൻ ചെമ്പകശ്ശേരി കിങ്ഡം. ചെമ്പകശ്ശേരി നാട്ടുരാജ്യമുണ്ട്. ചെമ്പകശ്ശേരി എന്ന് പറയുന്നത് എന്താണ്? അമ്പലപ്പുഴ നാട്ടുരാജ്യം അല്ലെ. അമ്പലപ്പുഴയുടെ പണ്ടത്തെ പേരായിരുന്നു ചെമ്പകശ്ശേരി. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഈസ് എ റെഗുലർ ഫീച്ചർ ഓഫ് ആൻ ആനുവൽ ഫെസ്റ്റിവിറ്റീസ് അറ്റ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ടെമ്പിൾ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ, ആലപ്പുഴ ജില്ലയിലുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ റെഗുലർ ആയിട്ടുള്ള ഫീച്ചർ ആണിതെന്ന് ഓർക്കുക. ഇനി ഇതുപോലെ വിവിധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് പത്മനാഭസ്വാമി ടെമ്പിളിലെ പ്രധാനപ്പെട്ട 2 ആചാരങ്ങളാണ് മുറജപവും ഭദ്രദീപവും. മുറജപവും ഭദ്രദീപവും. മാർത്താണ്ഡവർമ്മയാണ് ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജാവ് അല്ലെ. ഇത് ആരംഭിക്കുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ് 12-ാം വിളക്ക്. മനസ്സിലാവുന്നുണ്ടോ? 12-ാം വിളക്ക്. ഇനി മകം തൊഴല് ചോറ്റാനിക്കര അമ്പലവുമായിട്ടും പേട്ടതുള്ളൽ എരുമേലി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഏകാദശി ഗുരുവായൂർ ടെമ്പിളുമായിട്ടും പ്രശസ്തമാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ, അവയും അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളും മറ്റിടങ്ങളും നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ദ പള്ളിവാസൽ പ്രൊജക്ട് വാസ് ഡൺ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാൾ അവസാനത്തെ രാജാവാണ് എന്ന് ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പള്ളിവാസൽ പ്രൊജക്ട് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് 40 അല്ലേ, 1940 സമയത്താണ് ഇത് വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലായിരിക്കും. പിന്നെ ദ ചെങ്ങറ സമരം took place in the district of ആലപ്പുഴ. ചെങ്ങറ സമരം അറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏതാണ്ട് കാടായിരുന്നു അല്ലെ. കാട് അല്ലെ, എസ്റ്റേറ്റ് കയ്യേറിക്കൊണ്ടുള്ള സമരം. ആലപ്പുഴയിൽ എസ്റ്റേറ്റ് കയ്യേറിക്കൊണ്ടുള്ള സമരം നടക്കുവോ? അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. അത് പത്തനംതിട്ടയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസിലേക്കാണ് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടസ്റ്റേഴ്സ് കയറുകയും അവിടുത്തെ ഭൂമി എന്താണ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ അത് പോകുന്നത്. ഇനി പള്ളിവാസൽ പ്രൊജക്ടിന്റെ കഥ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പള്ളിവാസൽ പ്രൊജക്ട് ശ്രീ ചിത്തിര തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് പൂർത്തിയാക്കുന്നത്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആരായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ബുദ്ധികേന്ദ്രം? ദിവാനായിട്ടുള്ള CP രാമസ്വാമി അയ്യരായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ബുദ്ധികേന്ദ്രം. ഇത് കമ്മീഷൻ ചെയ്യുന്നത് 1940-ലാണ്. 1940 ആണ് ആദ്യത്തെ അല്ലെ, നമ്മളുടെ കേരളത്തിൽ ആദ്യത്തെ പ്രൊജക്റ്റും കൂടിയായിരുന്നു പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. ഓർത്തിരിക്കുമല്ലോ. അടുത്ത ചോദ്യം, ദ അപ്പർ പോർഷൻ ഓഫ് ദ മാന്റിൽ ഈസ് കോൾഡ്. മാന്റിലിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തിനെ എന്ത് വിളിക്കുന്നു? നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം അല്ലെ. കോണ്ടിനെന്റൽ ക്രസ്റ്റുമുണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റുമുണ്ട് അല്ലെ. ഇത് നമുക്കറിയാം. ഇതിന്റെ മുകളിൽ എന്ത് കിടക്കുന്നുണ്ട്? വെള്ളം കിടക്കുന്നുണ്ട് അല്ലെ. ഇതിന്റെ മുകളിൽ എന്ത് കിടക്കുന്നുണ്ട്? വെള്ളം. ഇങ്ങനെ കടലാണ്, കടലിന്റെ ഭാഗമാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ കോണ്ടിനെന്റ് താഴെ കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഇവിടെ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കിടക്കുന്നുണ്ട് നമുക്കറിയാം. ഇനി അതിന്റെ താഴെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുറച്ച് ഭാഗം മാന്റിലിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ ചേർത്തിട്ട്, ഏതാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ലിഥോസ്ഫിയർ അല്ലെ. അതായത് ക്രസ്റ്റും കുറച്ച് എന്താ പറയുക, നമ്മളുടെ മാന്റിലിന്റെ ഏറ്റവും മുകളിലത്തെ കുറച്ച് ഭാഗവും ചേർന്നിട്ട് ലിഥോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ഈ ലിഥോസ്ഫിയർ ആണ് പല പല കഷ്ണങ്ങളായിട്ട്, പ്ലേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെ. പല പല പീസുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടത്. ഇത് മൊത്തത്തിൽ ഒഴുകി നടക്കുന്നത് താഴെയുള്ള എസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് മോഡിലുള്ള, ഒരു പ്ലാസ്റ്റിക് രൂപത്തിലുള്ള ഒരു എന്തിന്റെ ഭാഗത്താണ്? നമുക്കറിയാം ലാവ അല്ലെ. ലാവ ആയിട്ട് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ മാഗ്മയുടെയൊക്കെ സോഴ്സ് ആയിട്ട് വർത്തിക്കുന്ന അല്ലെ, സോഴ്സ് ആയിട്ട് വർത്തിക്കുന്ന, ഇങ്ങനെ ഉരുകി കിടക്കുകയാണ്. ഇവിടെ പാറ ഉരുകി കിടക്കുന്ന ഒരു സ്ഥലമാണ് എസ്തനോസ്ഫിയർ. ഇതിന്റെ മുകളിലാണ് എന്ത് മൂവ് ചെയ്യുന്നത്? ലിഥോസ്ഫിയർ മൂവ് ചെയ്യുന്നത്. അപ്പൊ മാന്റിലിന്റെ ഏറ്റവും മുകളിലെ ഭാഗം എന്ന് പറയുന്നത് ഏതായിരിക്കും?
മാൻഡിലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം എന്ന തലത്തിൽ ഉദ്ദേശിക്കുന്നത് എസ്തനോസ്ഫിയർ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിൻ്റെ മുകളിലത്തെ കുറച്ച് മാൻഡിലിൻ്റെ ഭാഗം നിങ്ങൾ കണക്കാക്കണ്ട. അതിന് പ്രത്യേകമായിട്ടുള്ള അതിന് മാത്രമായിട്ടൊരു പേരില്ല, മനസ്സിലായി? അത് മൊത്തത്തിൽ ലിത്തോസ്ഫിയർ ആണ്. ഈ ലിത്തോസ്ഫിയർ ഒഴുകി നടക്കുന്നത് ഏതാണ്? അപ്പർ മാൻഡിലിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു എസ്തനോസ്ഫിയറിൻ്റെ മുകളിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ എസ്തനോസ്ഫിയർ ഹൈലി വിസ്കസ് ആണ്, മെക്കാനിക്കലി വീക്കാണ്, ഡക്ടൈലാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് രൂപം, പ്ലാസ്റ്റിസിറ്റി അലൗസ് ടെക്ടോണിക് പ്ലേറ്റ്സ് ടു മൂവ് ഓവർ ഇറ്റ്. ഈ എസ്തനോസ്ഫിയറിന്റെ മുകളിലാണ് ടെക്ടോണിക് പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ മൂവ്. ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ ലിത്തോസ്ഫിയറിന്റെ ഭാഗമാണ്. ഇനി മെസോസ്ഫിയർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. എന്താണ് മെസോസ്ഫിയർ? മെസോസ്ഫിയർ എർത്തിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് മെസോസ്ഫിയർ ബേസിക്കലി ലോവർ മാൻഡിലിന്റെ ഭാഗങ്ങളെയാണ് പറയാറുള്ളത്. അതായത് എസ്തനോസ്ഫിയർ പറഞ്ഞില്ലേ, ഈ എസ്തനോസ്ഫിയറിന്റെ താഴത്തേക്ക്, അതായത് എന്ത് കിടക്കുന്നു? ക്രസ്റ്റ് കിടക്കുന്നുണ്ട് അല്ലെ, കോണ്ടിനെന്റൽ ക്രസ്റ്റും എല്ലാം കൂടെ ക്രസ്റ്റ് കിടക്കുന്നു. പിന്നെ മാൻഡിലിന്റെ കുറച്ച് ഭാഗം വരുന്നുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട്, മാൻഡിലിന്റെ ബാക്കി ഭാഗം കൂടിയിട്ട് ഇത് ഏതാണ്? ലിത്തോസ്ഫിയർ എന്ന പേരിൽ. ഇത് ഒഴുകി നടക്കുന്നത് എന്തിന്റെ പേരിലാണ്? എസ്തനോസ്ഫിയറിന്റെ മുകളിലാണ്. ഈ എസ്തനോസ്ഫിയറിന്റെ താഴത്തേക്ക് പിന്നെ അപ്പർ മാൻഡിലിന്റെ ബാക്കി ഭാഗവും ലോവർ മാൻഡിലിന്റെ ഭാഗവും ഉണ്ടല്ലോ. ഇത് എല്ലാം കൂടി ചേർന്നിട്ട് അറിയപ്പെടുന്ന ഈ ഭാഗത്തിനെയാണ് എന്ത് പേര് പറയുന്നത്? മിസോസ്ഫിയർ എന്ന് പറയുന്നത്. മനസ്സിലാവണം? ഇതിനെയാണ് എന്ത് പേരിൽ പറയുന്നത്? മിസോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇതിന്റെ അടിയിലേക്ക് എന്താണ്? ഔട്ടർ കോറും പിന്നെ ഇന്നർ കോറും ഉണ്ട്. ഈ ഔട്ടർ കോറിനെയും ഇന്നർ കോറിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരെന്താ? അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഒരു പ്രത്യേക പേരുണ്ട്, ബി വെച്ചിട്ടാണ് തുടങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പേരുണ്ട്, ഔട്ടർ കോറും ഇന്നർ കോറിനെയും ചേർത്ത് വിളിക്കുന്ന ഒരു പേരുണ്ട്. അത് നിങ്ങൾ കമന്റ് ചെയ്യുക. എത്ര പേര് ഇവിടം വരെ എത്തി, എത്ര പേര് കണ്ട് പഠിച്ച് ഇവിടം വരെ എത്തി എന്നൊന്ന് അറിയും കൂടി ചെയ്യാലോ. ഇതൊന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ചെയ്യുക, മടി കൂടാതെ കമന്റ് ചെയ്യുക കേട്ടോ. അത്ര ആൾക്കാർ ഇവിടം വരെ കണ്ടെത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയും കൂടി ചെയ്യുമല്ലോ. അപ്പൊ ഔട്ടർ കോറിനെയും ഇന്നർ കോറിനെയും ചേർത്ത് വിളിക്കുന്നത് ഒരു പേരുണ്ട്, അത് കമന്റ് ചെയ്യുക. PSCയിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഇനി ലിത്തോസ്ഫിയർ ഓൾറെഡി പറഞ്ഞു. ലിത്തോസ്ഫിയർ ഈസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് ഷെൽ ഓഫ് ദ എർത്ത് കൺസിസ്റ്റിംഗ് ഓഫ് ദ ക്രസ്റ്റ് ആൻഡ് ദ റിജിഡ് അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ മാൻഡിൽ. മാൻഡിലിന്റെ ഏറ്റവും മുകളിലുള്ള റിജിഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗവും ക്രസ്റ്റിന്റെ ഭാഗവും കൂടി ചേർന്നിട്ടുള്ള ഭാഗത്തിനെയാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുക. ഈ ലിത്തോസ്ഫിയർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്ലേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ലിത്തോസ്ഫിയർ ആണ്. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് അടുത്ത ചോദ്യം? ഒന്ന് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ട്രൂ, ശരിയായിട്ടുള്ളത് ഏതാ ചോദിക്കുന്നത്? ആൽഫ്രഡ് വെഗ്നറെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അക്കോർഡിംഗ് ടു ആൽഫ്രഡ് വെഗ്നർ, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, ദ ഫോഴ്സസ് ഏതാണ്? ദ ഫോഴ്സസ് responsible for the movement of continents were the pole fleeing force എന്നാണ് പറയുന്നത്. ഇതാണ് പോൾ ഫ്ലീയിങ് ഫോഴ്സ്. അപ്പോൾ ഇവിടുത്തെ കാര്യം ഇതാണ്, ഈ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിലെ കുറേ ഫോഴ്സുകൾ ഉണ്ടല്ലോ. ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഈ പോൾ ഫ്ലീയിങ് ഫോഴ്സ് ആണ് ഇതിന് കാരണം എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഈ ഭൂമിയുടെ നമുക്കറിയാം ഫലകങ്ങൾ അല്ലെ, ഫലകങ്ങൾ എന്നാണ് നമ്മൾ പറയുക അല്ലെ. ഈ ഫലകങ്ങൾ, ഈ പ്ലേറ്റുകൾ ഇങ്ങനെ മൂവ് ചെയ്യാൻ കാരണമാവുന്നത് പോൾ ഫ്ലീയിങ് ഫോഴ്സും ടൈഡൽ ഫോഴ്സുമാണ് എന്നാണ് ആൽഫ്രഡ് വെഗ്നർ പറഞ്ഞത്. അതായത് അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? എർത്തിന്റെ പല പല ഇടങ്ങളിലായിട്ട് പല പല എന്താ പറയുക, ഇപ്പൊ ഭൂഖണ്ഡങ്ങൾ അല്ലെ, കോണ്ടിനെന്റുകൾ ഡ്രിഫ്റ്റ് ചെയ്യുന്നു എന്നാ പറഞ്ഞത്. അല്ലാണ്ട് ആ പ്ലേറ്റ് ടെക്ടോണിക്സിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹം അല്ലെ. അപ്പൊ ആ സമയത്ത് ഈ ഭൂഖണ്ഡങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കാൻ കാരണം പോൾ ഫ്ലീയിങ് ഫോഴ്സും ടൈഡൽ ഫോഴ്സുമാണെന്ന് ആൽഫ്രഡ് വെഗ്നർ പറഞ്ഞു. കറക്റ്റ് ആയിരുന്നു, അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ അക്കോർഡിംഗ് ടു പ്ലേറ്റ് ടെക്ടോണിക്സ്, പിന്നെ അതിനുശേഷം കുറെ കാലം കഴിഞ്ഞിട്ടാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് വരുന്നത് അല്ലെ. ലിത്തോസ്ഫിയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു പ്ലേറ്റ്സ്, ലിത്തോസ്ഫിയർ പ്ലേറ്റുകളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നും, വിച്ച് മൂവ്സ് ഓൺ എസ്തനോസ്ഫിയർ. കറക്റ്റ് അല്ലേ? പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ് ശരിക്കും നിലവിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 1 and 2 both are correct. അപ്പോൾ നോക്കൂ, അക്കോർഡിംഗ് ടു ആൽഫ്രഡ് വെഗ്നറുടെ ഒരു എന്താ പറയുക രീതി അനുസരിച്ച് എന്താണ് പോൾ ഫ്ലീയിങ് ഫോഴ്സ്? അത് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സാ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങനെയാ ഭൂമിയിൽ ഉണ്ടാവുക? ഒബ്വിയസ്ലി എർത്തിന്റെ റൊട്ടേഷൻ കാരണം. മനസ്സിലാവുന്നുണ്ടോ? ഈ എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇറ്റ് പുഷസ് കോണ്ടിനെന്റ്സ് എവേ ഫ്രം ദ പോൾസ് ടുവേർഡ്സ് ദ ഇക്വേറ്റർ, വൈൽ ദ ടൈഡൽ ഫോഴ്സ്, നമ്മുടെ ടൈഡുകൾ ഉണ്ടാവുന്ന ഫോഴ്സ് ഇല്ലേ, ചന്ദ്രന്റെയും സൂര്യന്റെയും ഒക്കെ കൂടിയിട്ടുള്ള പ്രവർത്തനം, പ്രധാനമായിട്ടും മൂൺ അല്ലെ, ഇവരുടെ പ്രവർത്തനം കാരണം ടൈഡൽ ഫോഴ്സ് ഉണ്ടല്ലോ, which Wegener believed caused continents to drift westward.
അപ്പോൾ ഈ ടൈഡൽ ഫോഴ്സ് വെസ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഈ പോൾ ഫ്ലീയിങ് ഫോഴ്സ് പോളാർ റീജിയനിൽ നിന്ന് എല്ലാത്തിനെയും ഇക്വേറ്ററിന്റെ അടുത്തേക്ക്, പോളാർ റീജിയനിൽ നിന്ന് കോണ്ടിനെന്റ്സിനെ ഇക്വേറ്ററിന്റെ അവിടേക്ക് കൊണ്ടുവരാനും എന്ത് ചെയ്യുന്നു, കാരണമാകുന്നു എന്നാണ് ആൽഫ്രഡ് വെഗ്നർ വിശ്വസിച്ചത്. പക്ഷേ ഈ ഫോഴ്സുകൾ വളരെയധികം ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാവാനായിട്ട് പര്യാപ്തമാവില്ല എന്ന് അന്ന് തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീടാണ് പ്ലേറ്റ് ടെക്ടോണിക് തിയറിയിലേക്ക് ലോകം എത്തിച്ചേരുന്നത്. ഇതാണ് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം, അതായത് എർത്തിന്റെ റിജിഡ് ആയിട്ടുള്ള ഔട്ടർ ലെയർ, ക്രസ്റ്റും മാന്റിലിന്റെ ഏറ്റവും മുകളിൽ കുറച്ച് ഭാഗവും ചേർന്ന് ഈ ലിത്തോസ്ഫിയർ പല പല ചെറിയ സ്മോൾ ടെക്ടോണിക് പ്ലേറ്റുകളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഈ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെ കിടക്കുന്ന സെമി ഫ്ലൂയിഡ് ആയിട്ടുള്ള എസ്തനോസ്ഫിയറിന്റെ മുകളിൽ ഈ ലിത്തോസ്ഫിയറിന്റെ പ്ലേറ്റുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നു. ഇത്തരത്തിലുള്ള നീങ്ങലുകളാണ് എർത്ത്ക്വേക്കുകൾ, വോൾക്കാനിക് ആക്ടിവിറ്റികൾ, മൗണ്ടെയിൻ ബിൽഡിങ്ങുകൾ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങൾക്കും കാരണമാകുന്നത് എന്നും ഈ ഒരു തിയറിയിലൂടെ മുന്നോട്ടേക്ക് വിവരം വരികയാണ്. ഓക്കെ അല്ലേ? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. കാണുക, മനസ്സിലാക്കുക, സംശയങ്ങൾ തീർക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ഡാഷ് ആർ റോക്സ് ദാറ്റ് ഹാവ് ട്രാൻസ്ഫോംഡ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് റോക്ക് ഡ്യൂ ടു ഇൻറ്റൻസ് ഹീറ്റ്, പ്രഷർ ഓർ കെമിക്കലി ആക്റ്റീവ് ഫ്ലൂയിഡ്സ് വിത്തൗട്ട് മെൽറ്റിംഗ്. അതിശക്തമായ താപം, മർദ്ദം, അതുപോലെ തന്നെ കെമിക്കലായിട്ടുള്ള രാസപരമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം, അതിനെ ഉരുക്കിയിട്ട് ഇങ്ങനെ മാറ്റുക എന്നല്ല, ഇവയുടെ എന്താ പറയുക രാസപരമായിട്ടുള്ള കാരണങ്ങൾ കാരണം ഉരുകാതെ ഒരു പാറയിൽ നിന്നും മറ്റൊരു പാറയിലേക്ക് രൂപാന്തരപ്പെട്ടുണ്ടാകുന്ന പാറകളെ എന്ത് വിളിക്കുന്നു? നമുക്കറിയാം ആ പ്രക്രിയയെ മെറ്റാമോർഫിസം എന്നാണ് വിളിക്കുക നമ്മൾ, അല്ലെ? രൂപമാറ്റം. മെറ്റാമോർഫിക് റോക്സിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഉദാഹരണങ്ങളുടെ ലിസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അവ ഓരോന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഗ്രാനൈറ്റ് ഗ്രീസായി മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? മാർബിള്, ക്വാഡ്സൈറ്റ്, സ്ലേറ്റ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവ ഓരോന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഷിസ്റ്റ്, ഹോൺഫെൽസ്, ഫൈലൈറ്റ് എല്ലാം വേറെ എക്സാമ്പിൾസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ എക്സാമ്പിളും എഴുതി വെക്കുക, ഒരു ബോക്സ് ഉണ്ടാക്കുക, ഓരോന്നും എങ്ങനെ മാറുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. റോക്സിന്റെ വിവിധങ്ങളായിട്ടുള്ള ഇഗ്നിയസ് റോക്സ്, അതുപോലെ തന്നെ എന്താ പറയുക സെഡിമെന്ററി റോക്സ്, മെറ്റാമോർഫിക് റോക്സ്, ഈ റോക്ക് സൈക്കിളുകൾ ഏതൊക്കെ എവിടെ വരുന്നു, ഓരോന്നിൻ്റെയും പ്രത്യേകതകളൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. ഓരോന്നും വൃത്തിയായിട്ട് റിവൈസ് ചെയ്യുക. അടുത്ത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ നോട്ട് ട്രൂ? ശരിയല്ലാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇഗ്നിയസ് റോക്സ് ആർ നോൺ ആസ് പ്രൈമറി റോക്സ്. ശരിയല്ലേ? ഇഗ്നിയസ് റോക്കുകളാണ് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് മാഗ്മ പുറത്തോട്ട് വന്നുണ്ടാവുന്ന റോക്സുകൾ, അല്ലെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ മാഗ്മ കട്ട പിടിച്ചിട്ടുണ്ടാവുന്നത്. മാഗ്മ പുറത്തെത്തുമ്പോൾ ലാവയാവുന്നു, അല്ലെ? ലാവ ഉറച്ച് ഭൂമിയുടെ പുറത്തും മാഗ്മ ഉറച്ച് ഭൂമിയുടെ ഉള്ളിലുമായിട്ടുണ്ടാകുന്ന ഇത്തരം റോക്കുകളിൽ നിന്നാണ് പിന്നീട് ബാക്കി എല്ലാ റോക്കുകളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇഗ്നിയസ് റോക്കുകളെ പ്രൈമറി റോക്കുകൾ അല്ലെങ്കിൽ പാരന്റ് റോക്കുകൾ എന്നീ പേരുകളിൽ നമ്മൾ വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ചോദിക്കുന്നു, സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ജിപ്സം ഈസ് കെമിക്കലി ഫോംഡ് മെറ്റാമോർഫിക് റോക്സ്. ജിപ്സം മെറ്റാമോർഫിക് റോക്ക് ആണോ? നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ജിപ്സം ഒരു സെഡിമെന്ററി റോക്ക് ആണ് എന്നുള്ളത്, അല്ലെ? പ്രസിപ്പിറ്റേഷൻ, അല്ലെ? പ്രസിപ്പിറ്റേഷൻ ഓഫ് മിനറൽസ് ഫ്രം വാട്ടർ ടിപ്പിക്കലി ത്രൂ ഇവാപ്പറേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താണ്? ഒരു കെമിക്കൽ സെഡിമെന്ററി റോക്ക് ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ precipitation of minerals from water typically through evaporation. അപ്പൊ ജിപ്സം ഒരു സെഡിമെന്ററി റോക്ക് ആണ്. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി എന്താണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഈ ഇഗ്നിയസ് റോക്കുകളാണ് ബാക്കിയുള്ള എല്ലാ റോക്കുകളിലേക്കും വരാൻ കാരണമാകുന്നത്. അതുകൊണ്ട് അവയെ പ്രൈമറി ആയിട്ടുള്ള റോക്കുകൾ, പാരന്റൽ റോക്കുകൾ എന്നീ പേരുകളിൽ നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. The territory with the longest coastline in India. ആദ്യം തന്നെ ഗുജറാത്ത് ഉണ്ട്, അതുകൊണ്ട് ആദ്യം തന്നെ ഗുജറാത്ത് അങ്ങ് എന്ത് ചെയ്യും, ടിക്ക് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവും. പക്ഷേ പിന്നെ കീ വരുമ്പോൾ അത് തെറ്റാണെന്ന് കാണുമ്പോഴാണ് നോക്കുന്നത് ഇത് ടെറിട്ടറി ആണ്, സംസ്ഥാനം, സ്റ്റേറ്റ് എന്നല്ല ചോദിച്ചിട്ടുള്ളത്. സോ വി ഹാവ് സ്റ്റേറ്റ്സ്, വി ഹാവ് ടെറിട്ടറീസ്. ഏറ്റവും നീളമേറിയ കോസ്റ്റ് ലൈനുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണ്.
പക്ഷെ ഇന്ത്യൻ ടെറിട്ടറികളിൽ ഏറ്റവും ലോങ്ങസ്റ്റ് കോസ്റ്റ് ലൈൻ ഉള്ളത് ഗുജറാത്തിനല്ല. അതെവിടെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡുകളിലാണ്. അവിടുത്തെ കോസ്റ്റ് ലൈൻ 3083.5 കിലോമീറ്റർ ഉണ്ട്. വേറാസ് ഗുജറാത്ത് കോസ്റ്റ് ലൈൻ ഈസ് 2340.62 kilometers. These new coastlines, these are new measurements. These are new measurements put forward by the National Hydrographic Organization. As per this new outlines, the total coastal length has become 11,098.89 kilometers. 7500 എന്ന തലത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ 11,098.81 കിലോമീറ്റർ നീളമാണ് ഇപ്പോഴത്തെ ടോട്ടൽ കോസ്റ്റൽ ലെങ്ത് പുതിയ കണക്ക് പ്രകാരം വരുന്നത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് പ്രകാരമുള്ള പ്രധാനപ്പെട്ട നമ്മളുടെ പ്രസ് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ അവർ ഒഫീഷ്യൽ ആയിട്ടുള്ള സൈറ്റിൽ ഇറക്കിയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഗുജറാത്ത് 2340.62, ആൻഡമാൻ നോക്കിയാൽ കാണാം 3083.50 ആണ്. കേരളത്തിന്റെ അളവ് നോക്കിയാൽ അറിയാം 600.15 കിലോമീറ്റർ ആണ്. കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി നോക്കിക്കേ, സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയത് ആരാണ്? 1068.69 തമിഴ്നാടാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെ ലോങ്ങസ്റ്റ്. ആന്ധ്രയല്ല എന്ന് മനസ്സിലാക്കുക. ആന്ധ്ര 1053.07 കിടക്കുന്നത്. ഓക്കെ അല്ലേ? കർണാടക എത്രയാണ്? 343.30 കേരള ഹാസ് 600.15. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. റൈറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ എന്നതാണ് ചോദ്യം. The western coastal plains are characterized by the presence of small rivers. ശരിയല്ലേ? നമ്മൾ ഇന്ത്യ ഒന്ന് ഇങ്ങനെ നോക്കി നോക്കിക്കുക. നിങ്ങൾ ഇവിടെ വെസ്റ്റേൺ ഗാട്സ് പോകുന്നുണ്ട് അല്ലെ? വെസ്റ്റേൺ ഗാട്സ് നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്ന വെസ്റ്റേൺ കോസ്റ്റിലേക്കുള്ള നദികളൊക്കെ കുഞ്ഞു 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 നദികളല്ലേ? ഇവിടെ നിന്നുള്ള ആൾക്കാരെ നോക്കിയാലോ, കാവേരി എത്രയോ നീളമുണ്ട് അല്ലെ? കൃഷ്ണയാണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾ കാവേരി നിങ്ങൾ നോക്കാം, കൃഷ്ണ നോക്കാം, ഗോദാവരി നോക്കാം, നിങ്ങൾക്ക് മഹാനദി നോക്കാം, എല്ലാം എന്താണ്, വളരെ നീളമേറിയ നദികളാണ്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ? ട്രൂ ആ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് പക്ഷേ മൾട്ടിപ്പിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ല. 8 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ്സ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ശരിയാണോ അല്ലെന്ന് അപ്പം തന്നെ നമുക്ക് അറിയേണ്ട കാര്യമല്ലേ? അപ്പൊ രണ്ടുള്ളതൊക്കെ നമുക്ക് അങ്ങ് കളയാം. രണ്ടുള്ളതൊക്കെ കളയുന്നു. ഒന്നുണ്ട്, പക്ഷെ ഇനിയും രക്ഷയില്ല. നമുക്ക് എന്ത് വേണം? 3 വേണം. ആന്ത്രോത്ത് ഈസ് ദ ലാർജസ്റ്റ് എമംഗ് ലക്ഷദ്വീപ്സ്. അത് ശരിയാണെന്ന് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഏതൊക്കെയായിരിക്കും ശരി? 1 and 3 രണ്ടും എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഇനി 8 ഡിഗ്രി ചാനലിന്റെ അവിടെ മാത്രം നിങ്ങൾക്ക് സംശയം മതി. ഇനി അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അറിയേണ്ടതാണ്, അറിയാതിരിക്കേണ്ട ഒരു കാര്യമല്ല അത്. എന്നിരുന്നാലും ഡൗട്ട് ഉണ്ടെങ്കിൽ വരേണ്ട ഒരേ ഒരു സ്ഥലം അവിടെയാണ്. 8 ഡിഗ്രി ചാനൽ, 9 ഡിഗ്രി ചാനൽ, 10 ഡിഗ്രി ചാനൽ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. 8 ഡിഗ്രി മിനിക്കോയി ഐലൻഡ്സിനെ മാൽദീവ്സിൽ നിന്നും, അതായത് ലക്ഷദ്വീപിനെ മാൽദീവ്സിൽ നിന്നും വേർതിരിക്കുന്നതാണ് 8 ഡിഗ്രി. 9 ഡിഗ്രി ചാനൽ എന്ത് ചെയ്യുകയാണ്? കംപ്ലീറ്റ് ലക്ഷദ്വീപ് ആർക്കിപ്പെലാഗോനെ മിനിക്കോയി ഐലൻഡിൽ നിന്ന് വേർതിരിക്കുന്നതാണ് 9 ഡിഗ്രി ചാനൽ. ഞാൻ വരച്ച് കാണിച്ചുതരാം. നോക്കിക്കേ, ഇത് മാൽദീവ്സ്. ഓക്കെ, നമ്മളൊക്കെ പോകാറുള്ള അടുത്ത നമ്മുടെ അയൽ രാജ്യം മാൽദീവ്സ്. കുറേ ദ്വീപുകളുണ്ട്. അതിൻ്റെ ഇവിടെ ആയിട്ട് എന്തുണ്ട്? മിനിക്കോയ് ഐലൻഡ് കിടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മിനിക്കോയ് ഐലൻഡ് എന്താണ്? ലക്ഷദ്വീപ് ഐലൻഡുകളുടെ ഭാഗമാണ്, പക്ഷെ എന്താണ്, കുറച്ച് വിട്ട് കിടക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? മാൽദീവ്സിനെയും ഒന്നില്ലെങ്കിൽ എന്ത് പറയാം, കംപ്ലീറ്റ് ലക്ഷദ്വീപിനെ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, മിനിക്കോയ് എന്ന് മാത്രം പറയാം. മനസ്സിലാവുന്നുണ്ടോ? മാൽദീവ്സിനെയും മിനിക്കോയിനെയും വേർതിരിക്കുന്നത് 8 ഡിഗ്രി അക്ഷാംശമാണ്. ഈ മിനിക്കോയിനെ ബാക്കി ലക്ഷദ്വീപ് ഐലൻഡുകളിൽ നിന്ന് വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണ്. ഇനി ഇതെവിടെയാ? ഇന്ത്യയുടെ പടിഞ്ഞാറ് വശത്ത്. ഇനി ഇന്ത്യയുടെ എവിടേക്ക് പോവാണ്? മറുവശം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിൽ പോയാൽ ആൻഡമാൻ മുകളിൽ കിടക്കുന്നുണ്ട്, നിക്കോബാർ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ? അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ, നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ഇനി 10 ഡിഗ്രി ചാനൽ എന്താ? ആൻഡമാൻ ഐലൻഡ്സിനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നതാണ് 10 ഡിഗ്രി. ഇനി അതിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു 11 ഡിഗ്രി കിടക്കുന്നുണ്ട്. ആ 11 ഡിഗ്രി എന്താ ചെയ്യുന്നത്? ഇറ്റ് ഡിവൈഡ്സ് ലക്ഷദ്വീപ് ആർക്കിപ്പെലാഗോ ഇൻ ടു ദ അമിൻദീവി ആൻഡ് കണ്ണോർ ഗ്രൂപ്പ്സ്. മനസ്സിലാണ്ടോ? ഇതിന് ലക്ഷദ്വീപില് കേട്ടോ, ഞാൻ ആൻഡമാനിലല്ല പറയുന്നത്, ലക്ഷദ്വീപിലെ അമിനിദ്വീപി ഉണ്ട്. മനസ്സിലാവുണ്ടോ? അമിനിദ്വീപ് എന്ന് പറയും. ദ്വീപിനെ അങ്ങനെ വെച്ചാൽ മതി. അതുകൊണ്ട് കണ്ണന്നൂർ ഗ്രൂപ്പ്സ് പറയും. അതായത് ഇതിന്റെ മുകളിൽ കുറച്ച് ആളുകൾ കിടക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അതിനെയും അമിനിദ്വീപിനെയും തമ്മിൽ ഇങ്ങനെ വേർതിരിക്കുന്നതാണ് ഏത്? 11 ഡിഗ്രി ചാനൽ.
അപ്പോൾ 11 ഡിഗ്രി ചാനലും അതുപോലെ തന്നെ 8 ഡിഗ്രിയും 9 ഡിഗ്രിയും ലക്ഷദ്വീപിന്റെ അവിടെയാണ് വരുന്നത്. 10 ഡിഗ്രി ചാനൽ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലേക്കാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓർത്തിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ ഒപ്പം പാൽ സ്ട്രേറ്റ് ഇന്ത്യ ശ്രീലങ്കയെ വേർതിരിക്കുന്നതാണ്. ഡങ്കൺ പാസേജ് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നതാണ്. 6 ഡിഗ്രി ചാനൽ ഇന്ത്യയുടെ ഇന്ദിരാ പോയിന്റിനെ ഇന്തോനേഷ്യയിൽ നിന്നും വേർതിരിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രധാനപ്പെട്ട ഭാഗം ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ചാനലുകളുടെ പേരുകൾ ആ ഭാഗമായിട്ട് നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ എന്നാണ് ചോദ്യം. സത്ലജ് റിവർ ഒറിജിനേറ്റ്സ് ഫ്രം രക്ഷാസ്ഥൽ ലേക്ക് വിച്ച് ഈസ് നിയർ ലേക്ക് മാൻസരോവർ. ശരിയാണ്. ദ ഇൻഡസ് റിവർ ഫ്ലോസ് ത്രൂ എ ഗോർജ്. ശരിയാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. സത്ലജ് മാനസരോവറിന്റെ ഇപ്പുറത്ത് നിന്ന് രക്ഷാസ്ഥൽ ലേക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഒരു കാര്യം ചോദിച്ചോട്ടെ. ശരി, ഇത് വായിക്കാം. ഇറ്റ് ഫ്ലോസ് ത്രൂ ടിബറ്റ് where it is known as Langkwen Khabab River before entering India and becoming a major tributary of Indus River. ഇനി സത്ലജിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ സത്ലജിന്റെ പഴയ പേരെന്താ അറിയോ നിങ്ങൾക്ക്? സതദ്രി, സതദ്രി, സതദ്രു, ശതദ്രു, ഇങ്ങനെ പല പല പേരുകളുണ്ട്. മനസ്സിലാവുണ്ടോ? സതദ്രി എന്നാണ് പേര്. ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസിൽ ലോങ്ങസ്റ്റ് റിവർ ആണ് സത്ലജ്. മനസ്സിലാവുന്നുണ്ടോ? ലോങ്ങസ്റ്റ് റിവർ ആണ് സത്ലജ്. ഇത് ഹിമാചൽ പ്രദേശിലെ ഷിപ്കീല പാസിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏതിലൂടെയാണ്? ഷിപ്കീല പാസിലൂടെയാണ്. ഇനി ഈ സത്ലജിൽ പോയി ചേരുന്ന ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് ബെയ്സ് നദി. മനസ്സിലാവുന്നുണ്ടോ? ബെയ്സ് നദി. അതുപോലെ തന്നെ സത്ലജിലുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? ഭക്രാനങ്കൽ, ഭക്രാനങ്കൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും. കോൾ, ഈ അടുത്തായിട്ട് ചോദ്യം വരാറുള്ള ഒരു മറ്റൊന്നാണ് കോൾ. മനസ്സിലാവുണ്ടോ? കോൾ. അതുപോലെ തന്നെ നദ്പ ഝക്രി ഡാം. ഏതാണ്? നദ്പ നദ്പ ജാക്രി ഡാം. മനസ്സിലാവുന്നുണ്ടോ? സോ ബക്രാനങ്കൽ, കോൾ, നദ്പ ജാക്രി ഈ ഡാമുകളൊക്കെ എവിടെയാണ്? സത്ലജിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ശതദ്രി അല്ലെങ്കിൽ ശുതദ്രു എന്നുള്ള പേര് ലോങ്ങസ്റ്റ് റിവർ എമംഗ് ഇൻഡസ് ട്രൈബ്യൂട്ടറീസ്. ഹിമാചൽ പ്രദേശിലെ ഷിപ്കീല പാസിന് പരിസരത്തുകൂടി ഇന്ത്യയിലേക്കുള്ള പ്രവേശനം. ബെയ്സ് റിവർ പോയി ചേരുന്നു. ബക്രാനങ്കൽ, കോൾ, നദ്പ ജാക്രി ഡാമുകൾ സ്ഥിതി ചെയ്യുന്നതും സത്ലജ് റിവറിൽ ആണ്. ഓക്കെ ആണല്ലോ? ഇൻഡസ് റിവറിനെ കുറിച്ച് നിങ്ങൾക്ക് കുറെ അധികം ക്ലാസ് എടുക്കാനുണ്ടാവും, വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നങ്ക പർവ്വതത്തിന്റെ അവിടെ വെച്ചിട്ടൊരു സിൻടാക്സിയൽ ബെൻഡ് സിന്ധു നദി എടുക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഡീപ്പസ്റ്റ് ഗോർജുകൾ എന്ത് ചെയ്യുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. 4000-5000 അടി എന്താ പറയുക താഴ്ചയുള്ള എന്താ പറയുക ഗോർജുകളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ഭാഗത്തേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഏത് നദിയുടെ പുരാതന നാമമാണ് വിതസ്ത? ഏതാണ്? വിതസ്ത. അതായത് പഴയ പേരുകൾ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പൊ ചൂർണി എന്ന് പറയുന്നത് നമ്മളുടെ ഏതാണ്? പെരിയാറിന്റെ പഴയ പേരാണ് അല്ലെ? അറിയാലോ നിങ്ങൾക്ക്. ഈ രീതിയിൽ വിതസ്ത എന്ന പേരിൽ അറിയപ്പെടുന്നത് കാശ്മീരിലൂടെ ഒഴുകി പോകുന്ന നമ്മുടെ ഝേലം നദിയുടെ പഴയ പേരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റ് ഇസ് എ മേജർ റിവർ ഇൻ ദ പഞ്ചാബ് റീജിയൻ ആൻഡ് ദ കാശ്മീർ വാലി mentioned in ancient Indian texts like Rigveda and Nilamata Purana. അപ്പോൾ നിലമാത്ത് പുരാണയിലേക്ക്, ഏതാണ് നിലാമത് പുരാണ എന്ന് പറയുന്നത്? ഈ നിലാമത് പുരാണ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് കാശ്മീര മഹാത്മ്യം. കാശ്മീര മഹാത്മ്യം എന്നുകൂടി അറിയപ്പെടുന്ന പുരാണമാണ് നിലാമത് പുരാണ. ഈ കാശ്മീര മഹാത്മ്യം കൂടി വായിച്ചുകൊണ്ടാണ് അത്രേ വളരെ പ്രശസ്തനായിട്ടുള്ള കൽഹണ്ണൻ എന്ത് എഴുതിയിരിക്കുന്നത്? രാജതരംഗിണി. കാശ്മീരിലെ രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള എന്താ പറയുക, അവരുടെ വിവിധ രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു കൃതിയാണ് രാജതരംഗിണി. ഈ രാജതരംഗിണി പണ്ടത്തെ കാശ്മീരിന്റെ ചരിത്രം അറിയാൻ വളരെ സഹായകരമാണ്. ഈ രാജതരംഗിണി കാൽഹണ്ണയാണ് എഴുതിയിരിക്കുന്നത്. പലതവണ ചോദ്യം വന്നിട്ടുണ്ട്. ഈ കാൽഹണ്ണ രാജതരംഗിണി എഴുതാനായിട്ട് ബേസായി എടുത്തിട്ടുള്ള ഒരു പുരാണം കൂടിയാണ് അത്ര ഈ കാശ്മീര മഹാത്മ്യ അഥവാ നിലാമത് പുരാണം. ഇതിൽ ഝേലം റിവറിനെ കുറിച്ചിട്ടുള്ള പരാമർശം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. Which constitutional amendment made it possible to limit the national emergency to a specific part of India?
സാധാരണ നാഷണൽ എമർജൻസി കംപ്ലീറ്റ് ഇന്ത്യയിലാണ് അപ്ലിക്കബിൾ അല്ലെ. പക്ഷെ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ മാത്രമായിട്ട് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാം എന്നൊരു മാറ്റം കൊണ്ടുവന്നത് ഏത് ഭരണഘടനാ ഭേദഗതി? നമുക്കറിയാം, അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് ശക്തി കൊടുക്കുന്ന എല്ലാ മാറ്റങ്ങളും കൊണ്ടുവന്നത് 44-ലാണ്. ആ മാറ്റങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ടുള്ള അമെൻമെന്റ് കൊണ്ടുവന്നത് 44-ലുമാണ്. സോ പോസിറ്റീവായിട്ട് ഗവൺമെന്റിന് ശക്തി കൊടുക്കുന്ന, നാഷണൽ എമർജൻസിക്ക് മറ്റും ശക്തി കൊടുക്കുന്ന സ്റ്റെപ്പുകളൊക്കെ 42nd അമെൻമെന്റിലും, അത്തരത്തിൽ ഗവൺമെന്റിന് അതിഭയങ്കരമായ ശക്തി കൊടുത്ത ശക്തികളൊക്കെ തിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള നടപടികൾ 44th 44-ാം അമെൻമെന്റിലും നമുക്ക് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ജനറൽ ആയിട്ടൊരു ട്രെൻഡ് ഇതിങ്ങനെയാണെന്ന് ഇത് രണ്ടിനെ കുറിച്ച് ഓർക്കുക. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് 1976 എമർജൻസിയുടെ സമയത്ത് വരുന്നത്. ഈ സമയത്ത് എന്ത് ചെയ്യുകയാണ്? നാഷണൽ എമർജൻസി സ്പെസിഫിക് പാർട്ട് ഓഫ് ഇന്ത്യയിലും വേണമെങ്കിൽ പ്രഖ്യാപിക്കാമെന്ന് വരികയാണ്. പഞ്ചാബിലും മറ്റു പലങ്ങളിലും ഇൻസർജൻസി നടക്കുമായിരുന്നു ആ സമയത്ത്. ഈ ഇൻസർജൻസീസിനെ നേരിടാൻ ആ ചില സ്ഥലങ്ങളിൽ മാത്രമായിട്ട് എന്ത് പ്രഖ്യാപിക്കാം? എമർജൻസി പ്രഖ്യാപിക്കാമെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. 42nd അമെൻമെന്റ് ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ the large amount of changes that it provided into or made into the Indian constitution. It was as if a new small constitution, a mini constitution was being written down. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന അത്രയും ചേഞ്ചുകൾ അല്ലെ. ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉൾപ്പെടുത്തപ്പെടുന്നു, നമ്മളുടെ ട്രിബ്യൂണലുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് മറ്റ് ട്രിബ്യൂണലുകൾ കൊണ്ടുവരുന്നു, DPS ബേസിൽ ചേഞ്ചസ് വരുന്നു അല്ലെ. അതുപോലെ ഇഷ്ടം പോലെ എന്താ പറയുക മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു അമെൻമെന്റ് ആയിരുന്നു 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. പറയാൻ പോയി കഴിഞ്ഞാൽ കുറേ പറയേണ്ടി വരും, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല, ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം എന്ത് ചെയ്യാറുണ്ട്? എപ്പോഴും ചോദ്യമായിട്ട് വരാറുണ്ട്. റൈറ്റ്, അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ എന്നാണ് ചോദിക്കുന്നത്. Periodic approval of 1 year is required for the president's rule to be continued. പീരിയോഡിക് ആയിട്ട് ഒരു വർഷം വെച്ചിട്ടുള്ള എന്താ പറയണം അപ്രൂവൽ ആവശ്യമാണ് പ്രസിഡൻസ് റൂൾ തുടരാൻ എന്ന് പറയുന്നു. കേരള ഹാഡ് പ്രസിഡൻസ് റൂൾ ഫോർ 7 times ഇൻ ദ ഹിസ്റ്ററി എന്ന് പറയുന്നു. ഫൈനാൻഷ്യൽ എമർജൻസി ഡസ് നോട്ട് റിക്വയർ എനി പീരിയോഡിക് അപ്രൂവൽ ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ടിൽ റിവോക്ഡ് എന്ന് പറയുന്നു. അതായത് ഫൈനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ച പിന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്രൂവൽ ആവശ്യമില്ല, രാഷ്ട്രപതി ഭരണത്തിനെ പോലെയും നാഷണൽ എമർജൻസിയെ പോലെയും എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റ്? നോക്കൂ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. കാരണം എന്താ? പ്രസിഡൻസ് റൂൾ വൺസ് അപ്രൂവ്ഡ് ബൈ ദ പാർലമെന്റ് ഇനീഷ്യലി ലാസ്റ്റ് ഫോർ 6 months, 6 മാസത്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പരമാവധി 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം പതുക്കെ പതുക്കെ. പക്ഷെ അത് എപ്പോഴും എങ്ങനെ ചെയ്യണം? എവറി 6 months പാർലമെന്റിന്റെ അപ്രൂവൽ കിട്ടിക്കൊണ്ടേയിരിക്കണം. 1 വർഷത്തേക്കല്ല, 6 മാസത്തേക്കാണ് അപ്രൂവൽ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ കേരളത്തിൽ 7 തവണ പ്രസിഡൻസ് റൂൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. 1982-ലാണ് ലാസ്റ്റ് ആയിട്ട് പ്രസിഡൻസ് റൂള് വന്നിട്ടുള്ളത്. ദെൻ ഫൈനാൻഷ്യൽ എമർജൻസി ഒരിക്കൽ പ്രഖ്യാപിക്കപ്പെട്ടാൽ പിന്നീട് ഇതുപോലെ എന്ത് ചെയ്യേണ്ടത് ആവശ്യമില്ല? ഇടയ്ക്കിടയ്ക്ക് അപ്രൂവലിന്റെ ആവശ്യം ഫൈനാൻഷ്യൽ എമർജൻസിക്ക് ആവശ്യമില്ല. അത് ഇനി പ്രസിഡന്റ് അത് റിവോക്ക് ചെയ്യുന്നത് വരേക്കും അതെന്ത് ചെയ്യും? അത് തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കൂ, പ്രസിഡൻസ് റൂള്, നാഷണൽ എമർജൻസി, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ എമർജൻസി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കണം. 3 ക്ലാസ് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് എടുത്തിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ് ഇവയ്ക്കുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ തവണ പ്രസിഡൻസ് റൂൾ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മണിപ്പൂരായി മാറി ഈ അടുത്ത്. എനിക്ക് തോന്നുന്നു 11 തവണയാണ് എന്ന് എനിക്ക് തോന്നുന്നു മണിപ്പൂരായിട്ട് മാറി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഈ അടുത്ത്? കാരണം മണിപ്പൂരിലെ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് പിന്നീട് മന്ത്രിസഭ പിരിച്ചുവിടും കൂടി ചെയ്തപ്പോൾ എന്തായി? 11ാം തവണ രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിലാണ് മണിപ്പൂർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ദ ഇ ഇൻ ഇ ഗവേണൻസ് റെഫേഴ്സ് ടു എന്നാണ് പറയുന്നത്. ഇ ഗവേണൻസിലെ ഇ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, ഇലക്ട്രോണിക്. ഇങ്ങനെ ചോദിക്കുമോ എന്നൊന്നും സംശയം വേണ്ട, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാണ്ടോ? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സാധ്യതകൾ എന്ത് ചെയ്യുകയാണ്? ഉപയോഗിച്ചുകൊണ്ടുള്ള ഭരണരീതിയാണ് ഇ ഗവേണൻസ് എന്ന് പറയുക. അതായത് ആളുകൾക്ക് നേരിട്ട് പോകേണ്ട ആവശ്യം വരാതെ ഡോർ സ്റ്റെപ്പിൽ ഒരു കമ്പ്യൂട്ടറിലോ ഒരു ഫോണിലൂടെയോ അവരവരുടെ സർക്കാർ സേവനങ്ങൾ നേടിയെടുക്കാനായിട്ട് ജനങ്ങൾക്ക് സാധിക്കുന്ന ഒരു തലത്തിനെയാണ് നമ്മൾ ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കൂ, വെൻ വാസ് ദ നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി അഡോപ്റ്റഡ്?
ഇത് അംഗീകരിക്കപ്പെടുന്നത് 2012 2012 നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്, ഇന്ത്യൻ ക്യാബിനറ്റ് അഡോപ്റ്റ് ചെയ്യുന്നത്. ദിസ് പോളിസി സെർവ്സ് ആസ് ദ സ്ട്രാറ്റജിക് ഫ്രെയിംവർക്ക് ഫോർ ടു യൂട്ടിലൈസ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT ടു ഡ്രൈവ് ദ നേഷൻസ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഇതിനുശേഷം പല സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ പ്രോപ്പറായിട്ട് ഒരു നാഷണൽ പോളിസി ഓൺ ICT ഇൻഫർമേഷൻ IT നാഷണൽ പോളിസി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നത് 2012 എന്ന കാര്യം ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. Now, the financial year in India runs from 1st April to 31st March. ശരിയല്ലേ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. When the net factor income from abroad is reduced from the GNP, we get the value of GDP. അതായത് GNPയിൽ നിന്നും നെറ്റ് ഫാക്ടർ ഇൻകം അബ്രോഡ് കുറച്ചാൽ നമുക്ക് GDP കിട്ടുമെന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദ ഇൻകം ഏൺഡ് ബൈ ദ ഫോറിനേഴ്സ് ഇൻ ഇന്ത്യ ഈസ് എക്സ്ക്ലൂഡഡ് വൈൽ കാൽക്കുലേറ്റിംഗ് GDP. നിങ്ങൾ ലോജിക്കലി ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് രണ്ടും സെയിം കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെന്താ പറയുന്നത്? ഇത് പറയുന്നു GDP എന്ന് വെച്ച് കഴിഞ്ഞാൽ GNPയിൽ നിന്നും എന്ത് പറയുകയാണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ഈസ് റിഡ്യൂസ്ഡ് ഫ്രം ദ GNP ടു കാൽക്കുലേറ്റ് ദ GDP എന്ന് പറഞ്ഞു. അപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കണക്കാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറയുന്നു ദ ഇൻകം ഏൺ ബൈ ദ ഫോറിനേഴ്സ് ഇൻ ഇന്ത്യ ഈസ് എക്സ്ക്ലൂഡഡ് വൈൽ കാൽക്കുലേറ്റിംഗ് ദ GDP എന്ന് പറയുന്നു. അപ്പൊ കൺസെപ്റ്റുകൾ എന്താ? അതും ഇതും നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഫൈനാൻഷ്യൽ ഇയർ എപ്പോഴും മുതലാ? April 1 മുതൽ March 31 വരെയാണ്. അതിൽ ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും തന്നെ തരാനായിട്ട് പോകുന്നില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? കറക്റ്റ് ആണ് അല്ലെ. GDP എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന്, അതായത് നാഷണൽസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് ഈ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നാഷണൽസ്, ഇന്ത്യൻ സിറ്റിസൺസ്, ഇന്ത്യക്കാരാണ്. നാഷണൽ എന്ന് വെച്ചാൽ എന്താ? രാജ്യത്തിനെ സംബന്ധിക്കുന്ന. അപ്പൊ ഇന്ത്യക്കാർ എന്താ പറയുക, പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇന്ത്യക്കാർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആ GNP അല്ലെ. അപ്പൊ അതിൽ ആരുണ്ടാവും? പുറത്തു നിന്നുള്ള ആളുകളും ഉണ്ടാവും അല്ലെ, പുറത്തുള്ള ഇന്ത്യക്കാർ സമ്പാദിക്കുന്നതും ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം അബ്രോഡിൽ നിന്ന് വരുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ GNPയിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പൊ ഇന്ത്യക്കാർ മൊത്തം ലോകത്ത് എവിടെ നിന്നും, ഇന്ത്യയിൽ നിന്ന് വെളിയിൽ നിന്നും ഒക്കെ ഉണ്ടാക്കുന്ന എല്ലാം കൂടി ചേരുമ്പോൾ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റാ. ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പുറത്തു നിന്ന് വരുന്ന കുറയ്ക്കുമ്പോൾ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനം നമുക്ക് കിട്ടും. അപ്പൊ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കിട്ടും. കൺസെപ്റ്റ് മനസ്സിലായോ? GNP എന്താ? നാഷണൽ പ്രൊഡക്റ്റ്. ഇന്ത്യൻ നാഷണൽ ആയിട്ടുള്ള എല്ലാവരും എവിടെ നിന്നും ഉണ്ടാക്കുന്ന സാധനമൊക്കെ അതിൽ വരുന്നുണ്ട് അല്ലെ. അതിൽ നിന്ന് പുറത്തു നിന്നുള്ള കുറച്ച് എന്ത് ചെയ്യും? ഉള്ളിൽ നിന്നുള്ള മാത്രം കിട്ടും. ഗ്രോസ് ഡൊമസ്റ്റിക് ആണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള മാത്രം കിട്ടും. അത്ര ലോജിക്കേ ഉള്ളൂ. അങ്ങനെ ഓർത്ത് വെക്കുക എളുപ്പത്തിന്. ഇതിൻ്റെ ഉള്ളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, എളുപ്പത്തിൽ ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് 3 എന്തായിരുന്നു? 3 പറയുന്നു ഫോറിനേഴ്സ്. ഏതാണ്? ഫോറിനേഴ്സ് വിത്തിൻ the country's borders is included when calculating that of country's gross domestic product അല്ലെ. അപ്പൊ ഇൻകം earned by foreigners within a country's border is included. കാരണം ഡൊമസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. മനസ്സിലാവുണ്ടോ? ഡൊമസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെയാ? ഇതിന്റെ ഉള്ളിൽ, നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ, അത് ഫോറിനർ ആയിക്കോട്ടെ ആരോ ആയിക്കൊള്ളട്ടെ, ആൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? മനസ്സിലാവുണ്ടോ? ഇവിടെ ഈ NFI എന്ന നെറ്റ് ആണ്. അതിന്റെ അർത്ഥം എന്താ? നെറ്റ് എന്ന് പറയുമ്പോൾ പുറത്തുള്ള ഇന്ത്യക്കാര് ഇന്ത്യയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കണക്കാക്കുന്ന സമയത്ത് നമ്മൾ എന്തും കൂടി ചെയ്യും? ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പുറത്തേക്ക് പോകുമ്പോഴുള്ളത് എന്ത് ചെയ്യും? നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യും. ഇതില് GNP കണക്കാക്കുക. GNP തലത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നോക്കുന്ന സമയത്ത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി GDPയിലേക്ക് അപ്പൊ കണക്കാക്കുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? GDP കണക്കാക്കാൻ നമ്മൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? GDP കണക്കാക്കുന്ന സമയത്ത് സെയിം മീനിങ്. മനസ്സിലാവുണ്ടോ? GDP measures all economic production that occurs within a nation's geographical boundaries regardless of nationality of the producer. മനസ്സിലാവുണ്ടോ? അത് ഏതാണെന്ന് നോക്കുന്നില്ല. GDP നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള എന്താ പറയുന്നത്? പ്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ നോക്കുന്നുള്ളൂ. നാഷണൽ എന്നുള്ള തലത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് കാര്യം എന്ത് ചെയ്യുകയാണ്? മാറുകയാണ്. മനസ്സിലാവുണ്ടോ? നാഷണൽ എന്നുള്ള തലത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്? അതിൽ നിന്ന് മാറും. കാരണം ഇത് ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി, പ്ലസ് ആവും അല്ലെ. ഈ മൈനസ് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? പ്ലസ് ആവും. അപ്പൊ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യും? മാറ്റും. പുറത്തു നിന്നുള്ള ഇന്ത്യക്കാർ തരുന്ന എന്ത് ചെയ്യും? നമ്മൾ അതിലേക്ക് കൂട്ടും.
മനസ്സിലാവുന്നുണ്ടോ? ഈ രീതിയിലേക്ക് എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് ആ ഫോർമുല ഒന്ന് ലോജിക്കലി ആലോചിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം നോക്കൂ. നാഷണൽ ഇൻകം ഈസ് ഇക്വാലൻ ടു, പലതവണ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് മനസ്സിലാക്കുക. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്, ദിസ് മെഷർ റെപ്രസെന്റ്സ് ദ ഫാക്ടർ കോസ്റ്റ്. നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന കോസ്റ്റ് ആണ് ഫാക്ടർ കോസ്റ്റ്. ലാൻഡിന് എന്താണ്, ലാൻഡിന് നമ്മൾക്ക് എന്ത് കിട്ടും, റെന്റ് കിട്ടും. ലേബറിന് എന്ത് കിട്ടും, വേജ് കിട്ടും. ക്യാപിറ്റലിന് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. ഓൺട്രപ്രണർഷിപ്പിന് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും അല്ലേ? പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ്, വേജ്, റെന്റ് എന്നിവയാണ് ഫാക്ടർ കോസ്റ്റ്. ഇതൊക്കെ കിട്ടുന്ന എവിടേക്കാ, എക്കണോമിനുള്ളിലേക്ക് ഓരോരോ ആളുകൾക്ക് എന്ത് ചെയ്യും, അതിൽ ഇടപെടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, റെസിഡൻസിന് എന്ത് ചെയ്യും, കിട്ടിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്, നെറ്റ് വരുമ്പോൾ ഒരു പ്ലസ് മൈനസ് വരുന്നുണ്ട്, അതാണ് എൻ്റെ അർത്ഥം. മനസ്സിലാവുണ്ടോ? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് എന്തായി കണക്കാക്കുന്നത്, നാഷണൽ ഇൻകം ആയിട്ട് കണക്കാക്കുക. ഇതൊക്കെയല്ല ഇൻകം ആയിട്ട് ഓരോ ആളുകൾക്കും കിട്ടുന്നത്. ദിസ് മെഷർ റെപ്രസെന്റ്സ് ദ ടോട്ടൽ ഇൻകം earned by a nation's residents excluding the value of depreciation and net indirect taxes. ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഇൻഡയറക്ട് ടാക്സുകൾ അതിൽ നിന്ന് മാറ്റിക്കൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ, അതായത് ഇൻഡയറക്ട് ടാക്സസ് മൈനസ് സബ്സിഡീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ? കൺസെപ്റ്റുകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ അത്രയും കഥയിലേക്ക് കടക്കുന്നില്ല. അടുത്ത നോക്കിക്കേ. ഇന്ത്യ ഹാസ് നോട്ട് won any medal in the Winter Olympics yet. സ്വീഡൻ ടോപ്ഡ് ദ മെഡൽ ടേബിൾ ഇൻ 2022 വിന്റർ ഒളിമ്പിക്സ്. ഒരു സ്റ്റേറ്റ്മെന്റേ ശരിയുള്ളൂ, അതേതാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഇന്ത്യക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ ഒളിമ്പിക് മെഡലുകളും അത് ഏതാണ്, സമ്മർ ഒളിമ്പിക്സിലെ മാത്രമാണ്. വിന്റർ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഇതുവരെ മെഡലുകൾ കിട്ടിയിട്ടില്ല. സ്വീഡൻ അല്ല, പകരം ഏതാണ്, 2022 വിന്റർ ഒളിമ്പിക്സിൽ ജേതാവായത് നോർവേ ആണ്. ജർമ്മനി ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഫാക്ച്വൽ കാര്യങ്ങളാണ്, അതിൽ കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. നമ്മളുടെ പ്രധാനപ്പെട്ട കഴിഞ്ഞ ഗെയിമുകളിലെ മെഡലുകൾ, ട്രോഫികൾ, ഇപ്പോൾ വനിതാ ലോകകപ്പ് കിരീടം എന്ത് നേടി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. ഹൗ മെനി മെഡൽസ് ഡിഡ് ഇന്ത്യ വിൻ ഇൻ 2024 പാരാലിമ്പിക്സ്? നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു. 29 മെഡലുകൾ നേടിക്കൊണ്ട് 2024 പാരാഒളിമ്പിക്സിൽ നമ്മൾ പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് 19 മെഡലായിരുന്നു ഇതിനു മുമ്പത്തെ റെക്കോർഡ്. 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ, അതിനുശേഷം 24 പാരീസ് പാരാലിമ്പിക്സ് 29 മെഡലുകൾ നേടി ഇന്ത്യ ഏറ്റവും ബെസ്റ്റ് എവർ എന്താ പറയുക പെർഫോമൻസ് നമ്മൾ നടത്തുകയുണ്ടായി. അന്നത്തെ വലിയ ന്യൂസ് ആയിരുന്നു. ഹൂസ് പെൻ നെയിം വാസ് ഏകലവ്യൻ? ആരായിരുന്നു ഏകലവ്യൻ? ഏകലവ്യൻ ആരായിരുന്നു? താഴെ കമന്റ് ചെയ്യുക. ബാക്കിയുള്ള 3 പേരുടെ പേര് പറയുന്നത് ഇതിന് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി 3 പേരുടെയും പേര് ഞാൻ ഇവിടെ പറയുന്നുണ്ടല്ലോ. KE മത്തായിയുടെ പേര് പാറപ്പുറത്തായിരുന്നു. TC ജോസഫാണ് ഇടമറുക. BV അയ്യപ്പനായിരുന്നു കോവിലനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ ബാക്കിയുള്ള ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഫാക്ച്വൽ കാര്യങ്ങളാണ്. ഞാൻ അതുകൊണ്ടാണ് വെറുതെ പറഞ്ഞ സമയം, കൺസെപ്റ്റുകളൊന്നും ഇതിൽ പറയാനില്ല, അതുകൊണ്ട് പറഞ്ഞു പോകണം. വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. നിളയുടെ കഥാകാരൻ, നമ്മൾ ഈ അടുത്തായിട്ട് പിരിഞ്ഞു പോയ MT വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ. നിളയുടെ കവി ചോദിച്ചാൽ മാറിപ്പോരുത്, അത് P എന്ന പേരിൽ അറിയപ്പെടുന്ന P കുഞ്ഞിരാമൻ നായരാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ശക്തിയുടെ കവി എന്ന പേരിലാണ്. വിശേഷണങ്ങളൊക്കെ പഠിക്കുക. വിച്ച് ഫെസ്റ്റിവൽ ഓഫ് കേരള മാർക്സ് ന്യൂ ഇയർ? പുതുവർഷം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഏതാണ്? വിഷുവാണ് അല്ലെ? വിഷുവം എന്ന് പറയും അല്ലെ? സൂര്യൻ വന്ന് സൂര്യൻ പിറ്റത്താണ് തിരിച്ചു പോകുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, വിഷുവം. അപ്പൊ മേടമാസത്തിലെ വിഷുവാണ് നമ്മൾ പുതുവർഷമായിട്ട് കണക്കാക്കുന്നത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? എവിടെയാണ് ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം വരുന്നത്? ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂരിലെ ചിറക്കലിലാണ്. ബാക്കി പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ ചിറക്കൽ കൊട്ടാരം കോവിലകം ഉണ്ട്, അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ആസ്ഥാനം കിടക്കുന്നത്. അക്കാദമി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1995 ആൻഡ് ഫങ്ഷൻസ് ഫ്രം ദ 130-year-old building situated in ചിറക്കൽ ലേക്ക്. കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിതകലാ അക്കാദമി, സ്കൂൾ ഓഫ് ഡ്രാമ, ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് പക്ഷെ തൃശ്ശൂരാണ്. ഓക്കെ അല്ലേ? സാംസ്കാരിക തലസ്ഥാനത്ത് ആണ്. അടുത്ത ചോദ്യം. ദ പെയിന്റിങ്സ് ഓഫ് ഇടക്കൽ കേവ്സ് were discovered by Fred Fawcett. Raja Ravivarma won gold medal at the Madras Fine Arts Exhibition in 1873 for his painting known as മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുട്ടി. ശരിയാണോ? എന്താ തോന്നുന്നത്? ഈ 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. രാജാ രവിവർമ്മയ്ക്ക് ഗോൾഡൻ മെഡൽ കിട്ടിയത് മുല്ലപ്പൂ ചൂടിയ
പെൺകുട്ടി എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പെയിന്റിങ്ങിനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് തന്നെയാണ്. അമ്പുകുത്തി മലകളിൽ, എവിടെയാണ്? അമ്പുകുത്തി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്ട് 6000 BCE 6000 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 8000 വർഷം പിന്നിക്കായി. മനസ്സിലാവുണ്ടോ? 6000 BCE സ്ഥിതി ചെയ്തിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ പിക്ചോറിയൽ റൈറ്റിങ്ങുകളും ഡെയിലി ലൈഫിന്റെയും മറ്റുമുള്ള എന്താ പറയുക ഗുഹയല്ലാതെ പാറ ഇടുക്കുകളാണവ. മനസ്സിലാവുണ്ടോ? പാറ ഇടുക്കുകളാണവ. അവിടെ നമുക്കിവ കാണാനായിട്ട് സാധിക്കും. സോ അത് വളരെ എന്താ പറയുന്നത് സ്റ്റോൺ ഏജ് തലത്തിലേക്ക് പോകുന്ന വളരെ പഴയ ഒരു കാലഘട്ടമാണ്. ഇവിടെ വേട്ടയാടാനായിട്ട് ഇറങ്ങിയ ഫ്രെഡ് ഫോസെറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് 895 ഇവ കണ്ടുപിടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ആയിരുന്നു മലബാർ ഡിസ്ട്രിക്റ്റിൽ. അങ്ങേരാണോ കണ്ടുപിടിച്ചെന്ന് അറിയില്ല, ചിലപ്പോൾ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. പക്ഷെ എന്തായാലും പേര് വന്നത് എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ തന്നെ ആണ്. രണ്ടാം സ്റ്റേറ്റ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ദ പെയിന്റിംഗ് വിക്ടറി ഓഫ് ബുദ്ധ ഈസ് വർക്ക് ബൈ an Indian artist. ഇത്തരത്തിലുള്ള ചെറിയ പ്രധാനപ്പെട്ട ചില പെയിന്റിങ്ങുകളുടെയും മറ്റുമൊക്കെ ചോദ്യങ്ങൾ ഇടയ്ക്ക് കയറി വരാറുണ്ട്. അഭിനീന്ദ്രനാഥ ടാഗോർ 914 വാട്ടർ കളറിൽ പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ചിത്രമായിരുന്നു ദ വിക്ടറി ഓഫ് ബുദ്ധ എന്ന് പറയുന്നത്. അതായത് ബുദ്ധന്റെ മറ്റുള്ള വികാരങ്ങളുടെയും എന്താ പറയുക അതായത് ബുദ്ധാസ് ട്രയംഫ് ഓവർ ഡീമൺ മാരയാണിത് പറയുന്നത്. ഡീമൺ ആയിട്ടുള്ള മാരയുടെ മുകളിലുള്ള ബുദ്ധന്റെ ട്രയംഫ് ആണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് എന്താണ്? ബുദ്ധന്റെ ടെംപ്റ്റേഷൻസിന്റെയും മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ മുകളിലുള്ള ഒരു എന്താ പറയുക വിജയത്തിനെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ ഒരു കാര്യം കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മിഷൻ ഇന്ദ്രധനുഷ് സ്കീമുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. മിഷൻ ഇന്ദ്രധനുഷ് അടിസ്ഥാനപരമായിട്ട് എന്താണ്? ഇമ്മ്യൂണൈസേഷൻ ആണ്. മിഷൻ ഇന്ദ്രധനുഷിന്റെ 5.0 അഞ്ചാം ഘട്ടം 2023 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നടന്നിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടികൾക്ക്, പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇവർക്കൊക്കെയുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്ദ്രധനുഷ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പല ഡിസീസ്, ഡിഫ്തീരിയ, ടെറ്റനസ്, പോളിയോ, മീസിൽസ് ഇങ്ങനെയുള്ള വാക്സിൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് 2014 ഡിസംബറിൽ ആരംഭിച്ചിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രൊജക്ട് ഫോർ പ്രഗ്നന്റ് വിമൻ ആൻഡ് ചിൽഡ്രൻ ആയിരുന്നു ഇത്. 2 വർഷത്തിൽ കുറവുള്ള കുട്ടികൾക്കായിട്ട് തുടങ്ങി 5.0 എന്ന് പറയുന്ന അഞ്ചാം ഇതിൽ എന്താണ് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള ഇമ്മ്യൂണൈസേഷൻ ലിസ്റ്റിലേക്കൊക്കെ അത് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഇമ്മ്യൂണൈസേഷൻ നടക്കുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനുമായിട്ടുള്ള എൻഹാൻസ്ഡ് മോണിറ്ററിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് യുവിൻ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ യുവിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഈ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് കൂടി, മിഷൻ ഇന്ദ്രധനുഷുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് കൂടി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ദ സുകൃതം സ്കീം of Kerala focuses on free treatment for cataract among senior citizens. വയോധികരായിട്ടുള്ള ആളുകൾക്കുള്ള സൗജന്യ തിമിര ചികിത്സയാണ് സുകൃതം എന്ന് പറയുന്നു. വൈഡൽ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ലെപ്രസി. കുഷ്ഠരോഗം തിരിച്ചറിയാനാണ് വൈഡൽ ടെസ്റ്റ് നടത്തുന്നത് എന്നും പറയുന്നു. ആണോ? 2 സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഫ്രീ ക്യാൻസർ ട്രീറ്റ്മെന്റ്, പാവങ്ങൾക്കുള്ള ഫ്രീ ക്യാൻസർ ട്രീറ്റ്മെന്റ് ആണ് സുകൃതം പദ്ധതി. അതുപോലെ തന്നെ ടൈഫോയിഡ്, പാരാടൈഫോയിഡ് ഫീവറുകൾ ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള എന്താ പറയുക ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഇത്തരം പദ്ധതികളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ടെസ്റ്റുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. യൂണിക്സ് ഈസ് ബിൽറ്റ് യൂസിങ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നു. ബോസ് ഈസ് എ ലിനക്സ് ബേസ്ഡ് ഇന്ത്യൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നു. ലിനക്സ് was the first fully supported 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും പറയുന്നു. അപ്പോൾ ഇവയെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് അല്ലെ? ഇവയെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. കാരണം യൂണിക്സ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് എന്താണ്? യൂണിക്സ് ഈസ് ബിൽഡ് യൂസിങ് ഹൈ ലെവൽ ലാംഗ്വേജ്, മെയിൻലി സി ആണ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് കുറച്ചുകൂടി വായിക്കാനും മനസ്സിലാക്കാനും they can read, write and understand these language. ഇപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ C++, ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജാ. പൈത്തൺ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ജാവ നിങ്ങൾ കേട്ടിട്ടില്ലേ? ജാവ പവർഫുൾ കേട്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്? ഹൈ ലെവൽ. അപ്പം നമ്മളുടെ ഭാഷയിൽ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള ലാംഗ്വേജുകളാണ്. പക്ഷെ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? അസംബ്ലി ലാംഗ്വേജ്, മെഷീൻ കോഡ്, അതൊക്കെ ലോ ലെവൽ, അത് മെഷീൻ ഡിപ്പെൻഡന്റ് ആയിട്ട് അങ്ങനെ പോകുന്ന ലാംഗ്വേജുകളാണ് ലോ ലെവൽ ലാംഗ്വേജുകൾ. യൂണിക്സ് ഈസ് ബിൽറ്റ് യൂസിങ് ഹൈ ലെവൽ ലാംഗ്വേജ്. പ്രധാനമായിട്ടും സി വെച്ചിട്ടാണ് യൂണിക്സ്
എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നത്. യൂണിക്സിന്റെ ക്രിയേറ്റേഴ്സ് കെൻ തോംസണും ഡെന്നിസ് റിച്ചിയുമാണ്. ഇതിൽ ഡെന്നിസ് റിച്ചിയാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെയും ഉപജ്ഞാതാവ്. മനസ്സിലാവുന്നുണ്ടോ? ഡെന്നിസ് റിച്ചിയാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെയും ഉപജ്ഞാതാവ്. കെൻ തോംസണും എന്താണ്, യുണിക്സ് ഉണ്ടാക്കാൻ കെൻ തോംസണും ഡെന്നിസ് റിച്ചി ഒരുമിച്ചാണ് പറഞ്ഞത്. ഈ യുണിക്സ് ഒരു ക്ലോസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വിൻഡോസ് പോലെ MacOS ഒക്കെ പോലെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഏത്, യുണിക്സ്. ലിനക്സ് അങ്ങനെയല്ല. ലിനക്സ് ഒരു ഓപ്പൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്പൺ ആണ്, ഓപ്പൺ പ്ലാറ്റ്ഫോം ആണ്. അത് എല്ലാവർക്കും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം, മാറ്റാം, ചേഞ്ചുകൾ വരുത്താം. ഈ ലിനക്സ് ആണ്, ലിനക്സ് ബിക്കെയിം ദ ഫസ്റ്റ് വൈഡ്ലി അഡോപ്റ്റഡ് ആൻഡ് ഫുള്ളി സപ്പോർട്ടഡ് ഓപ്പൺ സോഴ്സ് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പൺ സോഴ്സ് ആണത്. മനസ്സിലാവേണ്ട, ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്താനും മാറ്റാനും ഒക്കെ സാധിക്കും. ലിനക്സിന്റെ ഉപജ്ഞാതാവ് ലിനസ് ടോർവാൾഡ്സ് ആണ്. ലിനസ് ടോർവാൾഡ്സ് ആണ്. ഇനി ബോസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് ഈസ് ആൻ ഇന്ത്യൻ ലിനക്സ് ബേസ്ഡ്, കണ്ടോ, ഓപ്പൺ സോഴ്സ് ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ ദ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. CDAC നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. CDACന്റെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ്, ഇന്ത്യയിൽ എന്തായാലും ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തതാണ്. മനസ്സിലാവേണ്ടതാണ് ബോസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ അല്ലേ? ആന്റിവൈറസ് എന്ന് വെച്ചാൽ എന്താണ്, ഈസ് എ ഡാഷ് സോഫ്റ്റ്വെയർ. എന്താണ്, അതൊരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് അല്ലേ? അതെന്താണ് യൂട്ടിലിറ്റി? എന്താണ് അതിന്റെ യൂട്ടിലിറ്റി? അതിന്റെ വൈറസുകൾ വന്നാൽ അതിനെ തടുക്കുക. ഉദാഹരണങ്ങൾ ഓർത്തുവെക്കുക. മെക്കഫി, നോർട്ടൺ, അതുപോലെ തന്നെ കാസ്പർസ്കി, ആവിറ, അതുപോലെ തന്നെ ക്വിക്ക് ഹീല്, ബിഡ് ഡിഫൻഡർ, അവാസ്റ്റ്, പാൻഡ. ഇതിന്റെ മൂന്നെണ്ണം തന്നിട്ട് ഇതിൽ പെടാത്ത വേറൊരു എന്തെങ്കിലും സാധനം തരും. എന്നിട്ട് കൂട്ടത്തിൽ പെടാത്ത കണ്ടുപിടിക്കാനൊക്കെ ചിലപ്പോൾ പറയും. അതുകൊണ്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ വൈറസസ്, വേംസ്, ട്രോജൻസ്, ഇത്തരത്തിൽ കമ്പ്യൂട്ടറിനെ ബാധിക്കുന്നതായിട്ടുള്ള മലീഷ്യസ് സോഫ്റ്റ്വെയറുകളെ തടുക്കുക എന്നുള്ളതാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയറിന്റെ പണി. ഓക്കെ അല്ലേ? Mount Dukono, which recently erupted, is located in Mount Dukono. ഈ അടുത്ത് പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണ്. ഇന്തോനേഷ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 933 ശേഷം ഇപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്. ഇനി റീസെന്റ് ന്യൂസിലുള്ള ഹെയ്ലി ഗുബി വോൾക്കാനോ, ഇതാണ് ഹെയ്ലി ഗുബി വോൾക്കാനോ. എത്യോപ്യയിലാണ്. 12,000 വർഷങ്ങൾക്ക് ശേഷമാണ് ഹെയ്ലി ഗുബി വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്നത്. 12,000 വർഷങ്ങൾക്ക് ശേഷം ഹെയ്ലി ഗുബി വോൾക്കാനോ പൊട്ടിത്തെറിച്ചിരുന്നു. ഇത് എത്യോപ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ആഫ്രിക്കയിൽ എത്യോപ്യയിൽ സ്ഥിതി ചെയ്യുന്നത് പൊട്ടിത്തെറിച്ചിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഇവിടേക്ക് ഹരിയാന, ഡൽഹി ഭാഗങ്ങളിലേക്ക് വരെ ഇതിന്റെ ആഷസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എത്തിയിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുണ്ടോ? ഇതിൽ പൊട്ടിത്തെറിച്ച ആഷസ് ഇന്ത്യയിലെ ഹരിയാന, ഡൽഹി, ഗുജറാത്ത്, രാജസ്ഥാൻ ഭാഗങ്ങളിൽ വരെ ഇത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. നമ്മളുടെ വിമാനങ്ങളുടെ പറക്കലിനൊക്കെ ഈ ഭാഗങ്ങളിൽ തടസ്സമൊക്കെ സൃഷ്ടിച്ചിരുന്നു. ഓർത്തുവെക്കാൻ ശ്രദ്ധിക്കുക. ഗുജറാത്ത് ട്രഡീഷണൽ വെഡ്ഡിംഗ് സാരി റീസെന്റ് റിസീവ്ഡ് ദ GI ടാഗ്. ഗുജറാത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ വെഡ്ഡിംഗ് സാരി ആയിട്ടുള്ള ഘർച്ചോലയ്ക്ക് ഈ അടുത്ത് GI ടാഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓർത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കേരളത്തിലെ കണ്ണാടിപ്പായ, ബാംബു മെയ്ഡ് ആയിട്ടുള്ള മുള കൊണ്ടുണ്ടാക്കുന്ന, ഈ മുള കൊണ്ടാണെങ്കിലും അതിന്റെ ഫിനിഷിങ് ഭയങ്കര ഷൈനിങ് ആയിരിക്കും. ഷൈനി ഫിനിഷിംഗ് കണ്ണാടിപ്പായ, കണ്ടോ, ബാംബു മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം, കണ്ണാടിപ്പായ എന്നാണ് അതിനെ വിളിക്കുക. ഈ കണ്ണാടിപ്പായ ഈ അടുത്ത് GI ടാഗ് ലഭിച്ചിരുന്നു. പ്രധാനപ്പെട്ട ട്രൈബൽ ആയിട്ടുള്ള ഊരാളി, മണ്ണാൻ, മുതുവ, മലയൻ, കാടർ ഇവരെല്ലാം ഈ കണ്ണാടിപ്പായ മേക്കിങ്ങിന് നിൽക്കാറുണ്ട്. അത് ഇടുക്കി, പാലക്കാട്, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഇവരിലെ വിവിധ വിഭാഗങ്ങൾ കാണാറുണ്ടും ഇവരിൽ പലരും കണ്ണാടിപ്പായ മേക്കിങ്ങിൽ പ്രശസ്തരാണ് എന്നുമാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. സോ കണ്ണാടിപ്പായ, ബാംബു മെയ്ഡ് GI ടാഗ് ഈ അടുത്ത് ലഭിച്ചതായിരുന്നു. ആന്ധ്രയിൽ ഒരു ചുവന്നൊരു മുളകിനും ടൊമാറ്റോ ചില്ലി അങ്ങനെ പേരിൽ അറിയപ്പെടുന്ന ഒരു മുളകുണ്ട്. ടൊമാറ്റോ ചില്ലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു എരിവുള്ള ഒരു ടൈപ്പ് മുളകിന് ആന്ധ്രാപ്രദേശിലെ ഇതിനും ഇതേ കണ്ണാടിപ്പായക്കൊപ്പം GI ടാഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് GK ഇടങ്ങളിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4th ടെസ്റ്റ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അവസാന ഘട്ടങ്ങളിലേക്ക് റിവിഷനിലേക്കും റിവിഷനിലേക്കും ഒക്കെ കിടക്കാനുള്ള സമയമാണ് നമുക്ക് പതുക്കെ വരുന്നത്. 40 ദിവസങ്ങൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു എവരിവൺ.